വാട്സപ്പിൽ ഒരു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ഒരാളുടെ പേരും അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് എൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്ത വയസ്സൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ചോദിക്കുകയാണ്, എന്തു പറ്റി? രാവിലെ കണ്ടതാണല്ലോ. ഒരാരോഗ്യവുമില്ല, ഒരു പ്രശ്നവുമില്ലാത്ത, ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത എത്രയെത്ര മനുഷ്യരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നു. വകം മിൻ സഖീമിൻ ആശഹീനും മിനദ്ദഹരി. എത്ര രോഗികളാണ് കീമോതെറാപ്പി ചെയ്യുന്നു, ഡയാലിസിസ് ചെയ്യുന്നു, രോഗത്തിന്റെ കിടക്കയിൽ വർഷങ്ങളോളം കിടക്കുന്ന രോഗികളുണ്ട്. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. എത്രയെത്ര മനുഷ്യരുണ്ട്. അപ്പോൾ രോഗമല്ല, ആരോഗ്യമല്ല സമയം തീരുമാനിക്കുന്നവന്റെ അള്ളാഹുവിന്റെ അവധി വന്നു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയും. പിന്നീട് റബ്ബിലേക്ക് മടക്കുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവെന്ന് നമ്മൾ മടങ്ങുകയാണ്. ഇത് നമുക്ക് തന്ന ലോകമായിരുന്നു. ഇവിടുന്ന് നമ്മൾ റബ്ബിലേക്ക് മടങ്ങുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ നമ്മൾ പറയണത്? ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ആ മടക്കമാണ് മരണശേഷമുള്ള യാത്ര. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊന്ന് മരിച്ചു എന്നറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച വീട്ടിൽ ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം. 10 ദിവസം കിടക്കട്ടെ, ഏതായാലും വീട്ടിലത്തെ വാപ്പല്ലേ, ഭർത്താവല്ലേ, മൂപ്പര് ഇവിടുന്ന് പോയാൽ ശരിയാവില്ല, ഒരു 2 ദിവസം കൂടെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയോ? എത്രയും പെട്ടെന്ന് മറവ് ചെയ്യാൻ നമ്മൾ മുന്നിലുണ്ടാകും. മാത്രമല്ല, വീട്ടിൽ ഇതുവരെ ഉണ്ടായിരുന്ന, സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട മക്കൾ വരെ പേര് മാറ്റി വിളിക്കാൻ തുടങ്ങും. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യിത്ത് എന്ന പേരു മാത്രമാകുമേ. ബാപ്പ എന്ന വിളിക്ക് പകരം മക്കൾ വന്ന് പറയാൻ തുടങ്ങും, മയ്യിത്ത് കുളിപ്പിക്കാനായോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഭാര്യമാരെ, നാം നെഞ്ചോട് ചേർത്ത് ചുടുചുംബനങ്ങൾ കൊടുത്ത് പാലൂട്ടി വളർത്തിയ മക്കൾ സംസാരിക്കാൻ തുടങ്ങും, മയ്യിത്ത് എടുക്കാനായോ? ഉമ്മാനെ കൊണ്ടുപോകാനായോ എന്ന് ചോദ്യമല്ലെഞ്ഞ്, മയ്യിത്ത് കൊണ്ടുപോകാനായോ? മക്കൾ പേര് മാറ്റി വിളിക്കുന്നൊരു ദിവസം വരാണ്ട്. ഈ ദിവസത്തെ തള്ളിക്കളയാൻ, നിഷേധിക്കാൻ ആർക്കും അവിടെ ശക്തിയുള്ളത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞൊരു വാക്കാണ്. എല്ലാ മനുഷ്യരും, എല്ലാ പ്രസ്ഥാനക്കാരും, എല്ലാ ജീവനുള്ള മനുഷ്യരും ചിന്തിക്കണം ഈ ആയത്ത്. എല്ലാവരും ഒന്ന് പഠിക്കണം. ആലോ ഇമ്രാൻ സൂറത്തിലാണ്. ഒരൊറ്റ ആയത്ത് മതി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ജീവനുകളും മരണം രുചിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എന്നിട്ട് ഇവിടെ ചെയ്തു കൂട്ടിയ അമലുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു നാളുണ്ട്. ഫമൻ സുഹ്സിഹ അനിന്നാർ. അന്നാരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. ഇവിടുത്തെ സർട്ടിഫിക്കറ്റ്, ഇവിടുത്തെ ശമ്പള സ്കെയില്, ഇവിടുത്തെ അക്കൗണ്ട് സിസ്റ്റങ്ങളൊക്കെ എന്ത്? അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വിജയിച്ചിരിക്കുന്നു. ഈ ആയത്ത് പറഞ്ഞിട്ട് അവസാനം അല്ലാഹ് വീണ്ടും പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. വീട് പണി കഴിഞ്ഞു, ഒരുപാട് കാലത്തെ അധ്വാനത്തിന്റെ ഫലമായി വീട് പണി കഴിഞ്ഞു. ഞായറാഴ്ച വീട് താമസമാണ്, വെള്ളിയാഴ്ച ആക്സിഡന്റ് സംഭവിക്കുന്നു, ഉടമസ്ഥൻ മരിക്കുന്നു. വഞ്ചനയുടെ വിഭവമാണ് ദുനിയാവ്. കുറെ കിട്ടും തോന്നിപ്പിക്കും. MBBS സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പരീക്ഷ പാസ്സായി ഉയർന്ന ഡോക്ടർ എന്ന് പേര് കുറിക്കാനുള്ള സമയമായി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും വഴി MBBSകാരൻ ആക്സിഡന്റിൽ മരണപ്പെടുന്നു. സർട്ടിഫിക്കറ്റിന് വിലയില്ലാതെയായി, ആളില്ലാതെയായി. എൻ്റെ സുഹൃത്തെ, നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കി. ഇതൊക്കെ നമ്മൾക്ക് കൂടെ ബാധകമാണ്. എല്ലാവരും മരിക്കും. അവർക്കൊരു സമയമായാൽ ഒരാൾക്കും അവൻ്റെ സമയം നീട്ടിക്കൊടുക്കൂല. കെഞ്ചി നോക്കും. മണിക്കൂറുകളോളം ഗെയിം കളിച്ച് തുണിച്ച ആളുകൾ, പന്തിൻ്റെ പിന്നാലെ നമസ്കരിക്കാതെ, മഗ്രിബ് പോലും മൈൻഡ് ചെയ്യാതെ ഓടിക്കളിച്ചവർ, ഇഷാ മൈൻഡ് ചെയ്യാതെ ടർഫുകളിലങ്ങ് വിസ്മരിച്ചങ്ങ് ജീവിച്ച് കളഞ്ഞവർ, എത്രയോ ദിവസങ്ങൾ അല്ലാഹനെ മറന്നു കളഞ്ഞവർ, ഖുർആൻ തൊട്ടു നോക്കാത്തവർ, ഓരോ മനുഷ്യരും സമയത്തിന് വേണ്ടി കെഞ്ചുകയാണ്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. കുറച്ച് സമയം തരൂ, സമയത്തിന് വില പറയാ.
ഒരു അവധി നീട്ടിത്തരാൻ പറ്റുമോ? റബ്ബി എന്തിനാന്നറിയോ? ഫഅസ്സദ്ദഖ വഅകുൻ മിനസ്സാലിഹീൻ, ഞാൻ സാലിഹായി ജീവിച്ചോളാം, ഞാൻ നല്ല സ്വതക്ക ചെയ്തോളാം, എനിക്ക് ഇനി ഒന്നും എടുത്തേക്കേണ്ട ആവശ്യമില്ല, ഞാൻ കൊടുത്തോളാം. അള്ളാന്റെ മറുപടി വായിച്ചോ, സൂറത്തുൽ മുനാഫിഖൂനിൽ അവസാനത്തെ ആയത്തുകളാണ്. ഒരിക്കലും തന്നെ ഒരാളുടെ അവധി എത്തിയാൽ നീട്ടിക്കൊടുക്കൂല. കിട്ടിയത് ഉപയോഗിക്കണം, ലഭിച്ച ജീവിതം നന്നായി ഉപയോഗിക്കണം, യുവത്വം നന്നായി ഉപയോഗിക്കണം, ലഭിച്ച ആയുസ്സിന്റെ സമയം മുഴുവൻ നല്ല കാര്യങ്ങളെ പറ്റി ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ സംസാരങ്ങൾ നന്നാവണം, നമ്മുടെ സാമ്പത്തിക രംഗം നന്നാവണം, നമ്മുടെ കച്ചവടം നന്നാവണം, നമ്മുടെ പെരുമാറ്റം നന്നാവണം, എല്ലായിടത്തും നമ്മളൊരു മാതൃകയാവണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി സമാധാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റി പോകരുത്. നമ്മൾ കൊതിപ്പിച്ച്, നമ്മളിങ്ങനെ രസിപ്പിച്ച്, കൂട്ടുകാരന്റെ രൂപത്തിൽ കയറി വന്ന് കുറച്ച് കള്ളൊക്കെ ആവാം, കുറച്ചൊരു പലിശക്കാവാം. ആരാപ്പ പലിശ മേടിക്കാത്തത്? പലിശ അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? എനിക്ക് പൈസ കിട്ടണ്ടേ? സുഹൃത്തുക്കളെ, ബാങ്കുകാർ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? കിട്ടണോണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ എന്താ ചെയ്യാന്ന് പറയുന്നത്. വേറെ ആരും തരാല്ല, അതുകൊണ്ട് അവിടെ പോകുന്നത്. അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നീ എന്താ ചെയ്യാ? പലിശക്ക് ന്യായീകരണം പറഞ്ഞ് നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും പിശാച് ഇങ്ങനെ, അവൻ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ, പിശാച് അവർ ചെയ്യുന്ന മോശം പെരുമാറ്റ പ്രവർത്തനങ്ങൾ വരെ നന്നാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. വീണുപോകരുത്. എന്റെ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയാം. ഈ മരണം കഴിഞ്ഞാൽ നമ്മളെ പുതിയ ഒരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചേ പറ്റൂ, നമ്മുടെ ഖബറിലേക്ക്. നമ്മളെ കല്യാണത്തെ പറ്റി ചിന്തിച്ച് നോക്കി. നല്ല പുതിയ വസ്ത്രമൊക്കെ കുളിച്ചൊരുങ്ങി പുതിയാപ്പിളയായി, പുതിയ എണ്ണായി നിൽക്കുക. എല്ലാ ക്യാമറകളും പുതിയ എണ്ണിൻ്റെയും പുതിയാപ്പിളിനെയും മേഖലക്കാണ്. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോകുമ്പോൾ ആനയിക്കാൻ ആളുകളാണ്. രാത്രിയിൽ മണിയറയിൽ ഒരുപാട് പുതിയ പുതിയ സംസാരങ്ങൾ, അനുഭവങ്ങളാണ്. എന്നാൽ അതെന്നെ ഖബറ് ഉറ്റുനോക്കുന്നത് ജനാസയിലേക്കാണ്. കൊണ്ടുപോകാൻ, അനുനയിക്കാൻ ഒരുപാട് ആളുകളാണ്. ഇറക്കി വെക്കുന്നത് പുതിയൊരു റൂമിലേക്കാണ്, പുതിയൊരു മണ്ണറയിലേക്കാണ്. സംസാരിക്കാൻ മലക്കുകൾ വന്നുകൊണ്ട് അവനോട് ചില ചോദ്യങ്ങളും സംസാരങ്ങളും ഉണ്ട് ആ രാത്രിയിൽ, അല്ലെങ്കിൽ ആ ദിവസത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖബറിലേക്ക് ഇറക്കി വെച്ച രംഗം മുതൽ അവിടെ നിന്നാണ് നമ്മുടെ വിഷയം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി മുതൽ അള്ളാഹുവിന്റെ ലോകം ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ നമ്മുടെ വീട്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു നാൾ വരെ നമ്മൾ കിടക്കേണ്ടത് ബർസഖാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്ക്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു ബർസഖിലാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉലുൽ അസ്മിന്റെ പ്രവാചകനാണ്, ഇപ്പോഴും ബർസഖിലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. പക്ഷേ 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബർസഖിലാണ്. ശറഫാക്കപ്പെട്ട മദീനയിലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്തകൾ നമ്മുടെ ചരിത്രങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മദീനയിൽ മറവ് ചെയ്തു. 1400 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും ഇതാ ബർസഖിലായി കിടക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ എത്രയോ കുടുംബാംഗങ്ങൾ നമ്മുടെ പള്ളിയിലെ ഏറ്റവും പഴയ ഖബർ 300-400 കൊല്ലം പഴക്കമുണ്ടെങ്കിൽ അവരൊക്കെ ബർസഖിലാണ്. നമ്മളൊന്ന് മരിച്ചാൽ നമ്മൾ അവിടെ കിടക്കേണ്ടത് കൊല്ലക്കണക്കിനായിരിക്കും. അള്ളാഹു തീരുമാനിക്കുന്ന ദിവസം വരെ എന്തൊരുക്കാണ് നമ്മൾ ചെയ്തത്. വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വരെ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദീർഘമായ സമ്പത്ത് മുഴുവാക്കുന്നവരാണ്. ഈ അടുത്തൊരു വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കുക, വിവാഹ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ സംസാരിച്ച് പാർട്ടിയിൽ പങ്കെടുത്തതിന് അനുഭവം പറഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി നിരത്തി വെച്ചിരിക്കണം. 30 ലക്ഷം രൂപയാണ് ഫുഡിന് വേണ്ടി മാത്രം അയാൾ ചെലവാക്കിയത്. ഒരു ദിവസത്തെ ഒരു ചെറിയ ഫംഗ്ഷനിൽ, ഒരു കല്യാണത്തിന്റെ കുറഞ്ഞ നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കുക എന്ന കാര്യത്തിന് വേണ്ടി മാത്രം 30 ലക്ഷം രൂപ ഒരു മനുഷ്യൻ ചെലവഴിച്ചുവെങ്കിൽ, സ്വന്തം പരലോകമാകുന്ന അവനവന്റെ ബർസഖിന്റെ ലോകത്ത് ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന ഒരു നാളേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ എത്ര പേര് ശരിക്കും ആലോചിച്ചിട്ടുണ്ട്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം.
വൽതൻദുറ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു വെച്ചു എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിക്കട്ടെ. വത്തഖുല്ലാഹ്, വീണ്ടും അല്ലാഹ് പറയാണ്, അല്ലാഹനെ സൂക്ഷിക്കണേ, അല്ലാഹനെ സൂക്ഷിക്കണേ. നാളേക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കണമെന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ. ഖബറിലേക്ക് കൊണ്ടുപോയി ജനാസയെ എടുത്തു കൊണ്ടുപോകുന്ന രംഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ നല്ല ഒരു നഫ്സാണെങ്കിൽ, മുത്മഇന്നയായ ശാന്തമായ നല്ല ഒരു ആത്മാവാണെങ്കിൽ ആ നഫ്സ് വിളിച്ചു പറയും, എത്ര ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ. നമുക്ക് എത്ര പേർക്ക് ആ ഒരു വാക്ക് പറയാൻ സാധ്യമാകും? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഖബറിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് കുടുംബക്കാര്, ബന്ധുക്കൾ എല്ലാവരും നിറക്കണ്ണുകളോടെ തിരിച്ചു പോരാണ്. ഭാര്യ കിടക്കാൻ വരൂല, മക്കൾ വരൂല, പ്രിയപ്പെട്ട ചങ്കെന്ന് വിളിച്ച ഒരു ചങ്ക് ചങ്ങാതിയും നിന്റെ കൂടെ വരാനില്ല, രാഷ്ട്രീയ പൗരപ്രമുഖന്മാര് വരാറില്ല, മഹല്ല് കാളി വരാൻ പോണില്ല, സംഘടനയുടെ നേതാക്കന്മാര് വരാൻ പോകുന്നില്ല. ഒറ്റക്കൊറ്റക്കായി ഖബറിൽ കിടക്കേണ്ടി വരികയാണ്. ഈ രംഗമാലോചിച്ച് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റൂമാ കിണർ മേടിച്ച് ദാനം ചെയ്ത സ്വഹാബിയാണ്. റൂമാ കിണർ മേടിച്ച് ദാനം ചെയ്ത് 700 ഒട്ടകപ്പുറത്തുള്ള ചരക്കുകൾ മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്ത് മസ്ജിദുൽ അഖ്സയുടെ, മസ്ജിദുൽ നബവിയുടെ, മസ്ജിദുൽ ഹറമിന്റെ മസ്ജിദുൽ നബവിയുടെ പരിപാലനത്തിന് സംഭാവന കൊടുത്ത, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു തുടങ്ങി. എന്ത് കണ്ടിട്ട്? ഖബർ കണ്ടിട്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർസ്ഥാനിലേക്ക് ജനാസയെയും കൊണ്ടുപോയി. പണി തീരുന്നില്ല, കഴിഞ്ഞിട്ടില്ല. അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. ഹത്താ ബല്ലസറാ, ഇരുന്നിരുന്ന മണ്ണ് വരെ നനയാൻ മാത്രം കുതിർന്ന് കരയുമായിരുന്നു. അവരൊക്കെ കരയാണ് ഖബറിന്റെ അടുത്ത്. ഈ ഖബറിൽ രക്ഷപ്പെടണം. അത് രക്ഷപ്പെടാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമസ്കാരത്തിൽ പോലും സലാം വീട്ടുന്നതിന്റെ മുമ്പ് പറഞ്ഞത് അതല്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാഇ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. സഹോദരങ്ങളെ, പഠിക്കാത്തവർ പഠിക്കണം. നമ്മൾ പ്രാർത്ഥന ഉള്ളവരാണ്, യഥാർത്ഥ പ്രാർത്ഥനയുടെ ആളുകളാണ്, യഥാർത്ഥ ദിക്റിന്റെ ആളുകളാണ്, യഥാർത്ഥ സ്വലാത്തിന്റെ ആളുകളാണ്. നമ്മൾ യഥാർത്ഥ സുന്നികളായി മാറണം, സുന്നത്തെടുക്കുന്നവരായി മാറണം. നാളെ ഖബറിനകത്തുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് കഴിയും? ആരുമില്ലല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിനകത്തെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ സദസ്സ് റെഡിയാണോ? ഞാൻ റെഡിയാണോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒന്ന് ആലോചിക്കണം. ആ ചോദ്യങ്ങൾ മുഴുവൻ ദുനിയാവിലെ പ്രവർത്തികൾക്ക് അനുസരിച്ചാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, ദുനിയാവ് ശ്രദ്ധിക്കണം കേട്ടോ. പലതരത്തിലുള്ള ആളുകൾ ദുനിയാവിലുണ്ട്. ഒന്ന് അബ്നാ ദുനിയാ, ദുനിയാവിന്റെ ഒരുപാട് മക്കളുണ്ട്. അവര് രാവിലെ എണീക്കും, രാത്രിയോളം 11 12 മണിക്കും അവന് പോകൂല, അങ്ങാടിയിലുണ്ട്. എന്താണ് അവന്റെ പ്രശ്നം? അവന് ദുനിയാവാണ്. ഇനിയിപ്പോൾ നാളെ എത്ര ട്രിപ്പ്, നാളെ എത്ര ലോറി പോകണം, നാളെ എത്ര രാവിലെ തുറക്കണം, നാളെ എത്ര ലോഡ് അവിടുന്ന് കയറ്റണം, ഇങ്ങനെ ഇതുമാത്രം ശുഗലായി നടക്കുന്നവരാണ്. മറ്റൊന്ന് അബ്നാ ഉൽ-ആഖിറ, ദുനിയാവിലെ പണികളൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ പടച്ചോനെ എൻ്റെ പരലോകം എന്താകും? ഞാൻ നിസ്കരിച്ചിരിക്കണോ? ശരിക്കും ഞാൻ ജമാഅത്തിന് പങ്കെടുത്തിരിക്കണോ? ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോയിട്ട് എത്ര നാളായി? സുബഹി ബാങ്ക് കേട്ട് എത്ര നാളായി? തഹജ്ജുദ് നമസ്കരിച്ചിട്ട് എത്ര നാളായി? രോഗിനെ കാണാൻ പോയിട്ട് എത്ര നാളായി? ഞാൻ ഏത് ജനാസന്റെ പിന്നാലെയാ പോയത്? ഞാൻ എത്ര സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്? ഇങ്ങനെ പരലോകത്തെ പറ്റി ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടാകും. അലിയാർ തങ്ങൾ പറയാണ്, കുനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ യഥാർത്ഥ പരലോകത്തിന്റെ മക്കളാകണം. ഫഇന്ന ഫിദ് ദുനിയാ, ഈ ദുനിയാവ് അമലും വലാ ഹിസാബ്, ഇവിടെ പ്രവർത്തനത്തിന്റെ ലോകമാണ്. ഒരാളെയും വിചാരണ ഉണ്ടാവൂല. എന്താ നില പള്ളിക്ക് വന്നില്ലല്ലോ, ഈ നിസ്കരിച്ചത് ശരിയായില്ലല്ലോ, നോമ്പോറ്റൊന്നും ശരിയായില്ലല്ലോ, ഇവിടെ വിചാരണ ഒന്നും ഉണ്ടാവില്ല. ചെയ്യാ, ഇവിടെ നന്നായി പഠിച്ച് പ്രവർത്തിച്ച് ചെയ്യാ, ഇവിടെ വിചാരണ നടക്കൂല. എന്നാൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഫീഹാ ഹിസാബും വലാ അമലൂ, അവിടെ പ്രവർത്തികളില്ല, അവിടെ വിചാരണയാണ്. ചെയ്തത് ശരിയായോ എന്ന് സ്വീകരിക്കുമോ എന്ന പരിശോധനയാണ് അവിടെ. അവിടെ പിന്നെ ഒരു ദിക്ർ നടക്കൂല, ഒരു സ്വലാത്ത് ചൊല്ലാൻ വഴിയില്ല, ഒരായത്ത് ഓതാൻ ഇനി ചാൻസ് ഇല്ല, ഒരു സലാം പറയാൻ ഇനി വകുപ്പില്ല, ഒരു ഇൽമിന്റെ മജ്ലിസ് ഇനി കിട്ടൂല. എന്തേ? അവിടെ അമലില്ല. ചെയ്തത് പരിശോധിക്കുന്ന നാളാണ്. ഒരു ചെറിയത് നന്മയുണ്ടോ? ഒരണ്ണുമണി തൂക്കണ്ട നമ്മളെത്ത് അത് കിട്ടും. ചെയ്യേണ്ട ലോകം ഇവിടെയാണ്.
എന്നിട്ട് മാത്രമാണോ ആ ഖബറിൽ ഇറക്കി വെച്ച് നമ്മളൊക്കെ തിരിച്ചു പോന്നാൽ രണ്ട് മലക്കുകൾ വന്നിട്ട് എഴുന്നേൽപ്പിച്ച് ഇരുത്തിയിട്ട് ചില ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം എന്താ? മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ്? മറുപടി, നല്ലപോലെ ദുനിയാവിൽ അള്ള പറഞ്ഞതനുസരിച്ച് ജീവിച്ച് വിശ്വസിച്ച് കാണിച്ച ഒരാളാണെങ്കിൽ, തറവാട് ഏതോ ആയിക്കോട്ടെ, സംഘടന ഏതോ ആയിക്കോട്ടെ, പതാക ഏതോ ആയിക്കോട്ടെ, എത്ര കൊല്ലത്തെ പഴക്കണ്ടായിക്കോട്ടെ, അള്ള പറഞ്ഞതുപോലെ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കാത്ത ഒരാൾക്ക് അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പറയാൻ സാധ്യമല്ല. ആർക്കാ അഭിപ്രായമുള്ളത്? അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും സംഘടനക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? പ്രസ്ഥാനങ്ങൾക്ക് ഇല്ല, സാധ്യമല്ല. അഭിപ്രായ വ്യത്യാസം ആവശ്യമില്ല. അല്ലാഹു റബ്ബി എന്ന് പറയാൻ കഴിയണമെങ്കിൽ ജീവിതം കൊണ്ട് തെളിയിക്കണം. ജീവിതം കൊണ്ട് തെളിയിക്കണം. മരിക്കണതിന് മുമ്പ് തെളിയിക്കണം. എൻ്റെ ചാൻസാണിത്. ചാരക്കടവ് അങ്ങാടിയിൽ ഇത് കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല, കേൾക്കരുത് കേൾക്കരുത് എന്ന് എല്ലാവരും പറയും. കേൾക്കാതിരുന്നാൽ നാളെ പരലോകത്ത് നരകത്തിൽ കയറുന്നൊരു വിഭാഗമുണ്ട്. അവർ നരകത്തിൽ കടന്ന് അകത്ത് വെന്തരിയാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നൊരു വല്ലാത്ത കരച്ചിലുണ്ട്. എല്ലാവരും മനസ്സൊന്ന് കേറിക്കോ. നരകാവകാശി പറയാണ്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ദുനിയാവിൽ വെച്ച് കിട്ടുന്ന സാരോപദേശങ്ങൾ ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ വീഴൂലായിരുന്നു. ഇതൊന്നും കേൾക്കാൻ നേരല്ല. ചിന്തിക്കാൻ പിന്നെ വേറെ ആളെ ഏൽപ്പിച്ചിക്കാണ്. അതൊക്കെ വേറെ ആരെങ്കിലും ചിന്തിക്കാന്നല്ലാതെ നമുക്ക് ചിന്തിക്കാൻ നേരല്ല. നരകത്തിന്റെ മുമ്പിൽ ഇവൻ വന്ന് വിലപിക്കണേ, ഞാൻ കേട്ടിരുന്നെങ്കിൽ, ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിൽ വീഴൂലായിരുന്നു. സഹോദരങ്ങളെ, ആവർത്തിച്ച് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എൻ്റെ ഖബറിൽ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയുമോ? ചുരുക്കി അങ്ങനെ പറഞ്ഞു പോവാണ്. അള്ളയാണ് എൻ്റെ റബ്ബ് എന്ന് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ മുൻഗാമികളൊക്കെ പറഞ്ഞത് ജീവിതകാലത്ത് അതായിരുന്നു. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ല മതി, എനിക്കല്ല മതി. ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക്, ഉഹുദിൽ പറഞ്ഞ വാക്ക്, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. എല്ലാ നബിമാരുടെയും കാലഘട്ടം വായിച്ചു നോക്ക്. അവർ അല്ലാഹുവിലേക്ക് അങ്ങനെ വിശ്വാസപരമായി കർമ്മപരമായി കയറി വന്നു. എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ അവരുടെ പതിയെ പതിയെ അവരിങ്ങനെ വ്യക്തികളെ പൂജിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ വിശ്വാസം വേണ്ടതിന് പകരം വ്യക്തികൾക്ക് പ്രാധാന്യമായി. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ. ഇവർ നല്ല മനുഷ്യന്മാരാ, നല്ല മഹാന്മാരാ. ഇവരങ്ങ് മരിച്ചതിന് ശേഷം പിന്നെ ഇവരോട് പ്രാർത്ഥിക്കുക, ഇവരെ പൂജിക്കുക, ഇവരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഇവരുടെ കബറിൽ ചെന്ന് മുത്തിയിട്ട് ജോലിക്ക് പോകുക, എന്നാലും ബർക്കത്തുണ്ടാവുമെന്ന് വിചാരിക്കുക. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നിങ്ങൾ എന്താണ് അല്ലാഹ്ക്കൊരു ഗാംഭീര്യം കാണാത്തത്? സൃഷ്ടികളാണ് നിങ്ങൾക്ക് വലുത്. നിങ്ങൾ എന്താണ് അല്ലാഹ്ക്കൊരു ഗൗരവം കാണാത്തത്? കേരളക്കാരാ, ചാരക്കടവുകാരാ, നമ്മൾ ചിന്തിക്കുക, എന്താ നമ്മൾ അല്ലാഹ്ക്കൊരു വല്ലാത്ത ഗൗരവം കൊടുക്കാത്തത്? ആലോചിച്ച് നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു സൃഷ്ടികളെ പൂജിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്തിൽ അദ്ദേഹത്തിന്റെ ബാപ്പ, ഒന്ന് പഠിച്ചോക്കി നിങ്ങൾ, ബാപ്പക്കാരണോമാരനുസരിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി ആരുടെ മാർഗത്തിലാ ജീവിക്കേണ്ടത്? ബാപ്പാന്റെ മാതൃകയിൽ. ബാപ്പ ആരായിരുന്നു? വിഗ്രഹാരാധകൻ. ബാപ്പ വിഗ്രഹം ഉണ്ടാക്കും, വിഗ്രഹങ്ങളെ വിൽക്കും, പൂജിക്കും, അതിനോട് പ്രാർത്ഥിക്കും. ഇബ്രാഹിം നബി പറയണേ, നിങ്ങളൊക്കെ തൗഹീദൊക്കെ ആയിക്കോട്ടെ, ഒന്നൊക്കെ വേണ്ട, ഞാൻ എൻ്റെ ബാപ്പാന്റെ കാരണവന്മാരെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ജീവിക്കുക എന്ന് ഇബ്രാഹിം നബി പറഞ്ഞ എന്തൊക്കെ അവസ്ഥ? മുത്ത ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, ഞാനൊക്കെ എൻ്റെ ബാപ്പ കാരണവന്മാർ ചെയ്യുന്നത് അത് ചെയ്യാണ് ഞാൻ, അല്ലാതെ നിങ്ങളെ ഈ പറയുന്നതൊന്നും അല്ല ശരിയെന്ന് പറയുകയാണെങ്കിൽ അബൂലഹബിൻ്റെ, അബൂജഹലിൻ്റെ എല്ലാ വൃത്തികേടുകളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടിറക്കേണ്ടിയിരുന്നു. ചെയ്തില്ല. എന്തേ? ഇസ്ലാമിലൊരു പ്രമാണമുണ്ട്. ഒരാൾ എങ്ങനെയാ ജീവിക്കേണ്ടത്? ഭൂരിഭാഗം എങ്ങനെ നോക്കിയിട്ടാണോ? ഉമ്മാക്ക് ബാപ്പാക്ക് എന്താ ഇഷ്ടം നോക്കിയിട്ടാണോ? അതല്ലെങ്കിൽ കാലങ്ങളായിട്ട് എന്താണോ ചെയ്യുന്നത് അങ്ങനെയാണോ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
പിന്തുടരേണ്ടതും തന്നെ. അതിനായി സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ അവരവരുടെ നാട്ടിലെ ഭൂരിപക്ഷം നോക്കി, അവരവരുടെ നാട്ടിലെ കാരണവന്മാരൊക്കെ എങ്ങനെയാ എന്തൊക്കെ ചെയ്തെങ്കിൽ അതിങ്ങനെ ചെയ്തു പോരായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രവാചകന്മാരുടെ കാലം എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കി. മറിച്ച് അവരൊക്കെ തീരുമാനിച്ചത് അള്ളാഹുവിന്റെ ഒരു തീരുമാനം, ഫമൻ തബിയ ഹുദായ് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൽ നിന്നൊരു സന്ദേശം വന്നുകൊണ്ടിരിക്കും, അതാരാണോ സ്വീകരിക്കുന്നത് അവർക്ക് ബേജാറാകാനും വിഷമിക്കാനൊന്നും ഉണ്ടാവില്ല. ആ മാർഗത്തിലേക്ക് ജീവിച്ചവരായിരുന്നു മുൻഗാമികൾ. ആ മാർഗം സ്വീകരിക്കേണ്ടവരാണ് നമ്മളും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള സകല അമ്പിയാക്കന്മാരും അതുകൊണ്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന നാട്ടുകളിൽ നബിമാരെല്ലാവരും പോയിട്ട് ജനങ്ങളോട് പറയുന്നത്, യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഇത് വിശ്വസിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഖബർ കിടന്ന് ഉത്തരം പറയാൻ പറ്റുക? അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ലെന്ന് എല്ലാ നബിമാരും പറയുന്നു. നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ നൂഹ് നബി അവരോട് പറഞ്ഞു, വദ്ദും സുവാഴൊക്കെ മഹാന്മാരാണ്, നല്ല മനുഷ്യന്മാർ തന്നെയാണ്, ആരാധിക്കാൻ പറ്റൂല, സൃഷ്ടികളാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്, പക്ഷെ ഈസാ നബിനെ നമുക്ക് ആരാധിക്കാൻ പറ്റൂല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്, സയ്യിദാണ്, ഹബീബാണ്, പക്ഷേ ആരാധിക്കാൻ പറ്റൂല. സൂര്യൻ നല്ല ശക്തിയുള്ള വസ്തുവാണ്, ആരാധിക്കാൻ പറ്റൂല. ചന്ദ്രൻ നല്ല പവറുള്ളത് തന്നെയാണ്. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമറി. സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സാഷ്ടാംഗം നമിക്കരുത്. വസ്ജുദൂ ലില്ലാഹ്, അതിൻ്റെയൊക്കെ സൃഷ്ടാവായ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യണം നിങ്ങൾ. എത്ര വ്യക്തമാണ് ഇസ്ലാം. എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയണമെങ്കിൽ അള്ളാനെ ആരാധിക്കണം. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്ന ഒരുപാട് ശക്തികളുണ്ട്. അവർ അള്ളാഹ് എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഞാൻ വിശദീകരിക്കാൻ സഹോദരൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ സൂചിപ്പിച്ചില്ല. യൂത്ത് കോൺഫറൻസിന്റെ സംസാരങ്ങൾ ഇതുവരെ നമ്മൾ സംസാരം ശ്രദ്ധിക്കണ്ടായി. ഇനി അധികം ദിവസങ്ങളില്ലല്ലോ നമ്മുടെ മുമ്പിൽ. ശനി ഞായർ ദിവസം പ്രോഗ്രാം. 18-ന്റെയും 45-ന്റെയും ഇടയിൽ പ്രായമുള്ള ഈ നാട്ടിലെ ഏത് തരക്കാരാവട്ടെ, യുവാക്കളെ യുവതികളെ, നിങ്ങളൊന്ന് പേര് കൊടുത്ത് രജിസ്റ്റർ ചെയ്യൂ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആഴ്ചയിലെ 186 മണിക്കൂറിൽ നിന്ന് കുറഞ്ഞ മണിക്കൂറുകൾ എന്താണ് എൻ്റെ പ്രായത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന്, എൻ്റെ ജീവിത പ്രതിസന്ധികളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള ഒരു കോൺഫറൻസാണ്. പേര് നൽകി നമ്പർ കൊടുത്ത ഒരു പേപ്പർ ഇൻഷാ നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഒരു പേപ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പേരും കോൺടാക്ട് നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ പേര് അയാളും കൂടെ വിളിച്ചാൽ നന്നായിരിക്കുമെന്നുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽസ് കൊടുക്കുക. പക്ഷേ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു അങ്ങാടിയിൽ ഈ ശബ്ദം കേൾപ്പിക്കുന്ന അള്ളാഹിൻ്റെ ഖുർആനിൻ്റെ ആയാത്തുകൾ, മറ്റൊന്നും നമുക്കിവിടെ പറയാനില്ല. പ്രവാചകന്റെ ഹദീസുകൾ, ഇസ്ലാമികമായ ഫത്വകളല്ലാതെ പറയാനൊന്നുമില്ലാത്ത ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ സംസാരത്തെ എത്തിച്ചു കൊടുക്കുന്ന ഈ തസ്ബിയ സമ്മേളനത്തിന് അകമഴിഞ്ഞ് നമ്മളാൽ കഴിയാവുന്ന നല്ല ഒരു സംഖ്യ സ്വതക്കയായി കൂടെ നൽകാൻ ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സതുദ്ദേശ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. പ്രവാചകന്മാരൊക്കെ അവരുടെ നാടുകളിൽ ചെന്ന് സംസാരിക്കുന്നത് അള്ളാഹനെ ആരാധിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ചോദിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ട കാര്യങ്ങൾ വരെ സൃഷ്ടികളിലേക്ക് കൈമാറിപ്പോവുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ലോകം നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാണ്. ആരാ പ്രസംഗിക്കുന്നത്? വേദന തോന്നുകയാണ്. ഈ ഉമ്മത്തിലെ ബിരുദമുള്ള ദീനിയായ പണ്ഡിതന്മാരെന്ന് വിളിക്കാവുന്ന ആ സ്ഥാനത്തിരിക്കുന്ന മനുഷ്യന്മാർ പറയാണ്, 35 കൊല്ലം മുമ്പ് മരണപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ചിറ്റടിമേറ്റൽ അബൂബക്കർ എന്ന മനുഷ്യനാണ് ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത്. നഊദു ബില്ലാഹ്. ഈ നാട്ടിൽ കുറേ പ്രസ്ഥാനക്കാരുണ്ടായിരുന്നല്ലോ, ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചോ? ഇതെന്ത് വർത്താനാ പറയണത്? എന്നിട്ട് അദ്ദേഹത്തിനെ പറ്റിയിട്ട് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മദ്ഹ് എന്തൊക്കെയാണ്? മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നയാളാണ് CM മടവൂർ. ഖുർആൻ പറയുന്നു, യുഹയിൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അള്ളയാണ്. CM മടവൂർ ലോകം നിയന്ത്രിക്കുന്നയാളാണ്. അല്ല പറയുന്നു, യുദബ്ബിറുൽ അംറ മിനസ്സമായി ഇലൽ അർള്, ആകാശത്ത് നിന്ന് ലോകം നിയന്ത്രിക്കുന്നത് അള്ളയാണ്. പെൺകുട്ടിയെ വേണ്ട ആൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആൺകുട്ടിയെ കൊടുത്തത് CM മടവൂരാണ്. അല്ല പറയുന്നു, യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂറാ. അല്ല ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും, അല്ല ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കും. അള്ളാഹ്ക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് പങ്കിട്ട് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ പറയണേ ഞങ്ങൾ അള്ളാനെ മാത്രമേ ആരാധിക്കുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയും, അല്ലാഹു അക്ബർ ഉച്ചത്തിൽ പറയും. ചെയ്യുന്നത് മുഴുവൻ ഘടകവിരുദ്ധമായ വാക്കുകൾ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് എത്ര വിഭിന്നമാണ്. എന്തൊക്കെ വാദങ്ങളാ പറഞ്ഞിരിക്കുന്നത്. സി എം മടവൂര് വലിയ ഒരു ഔലിയയാണെന്ന് പറയാൻ കാരണം എന്താണ്? ഒരിക്കൽ സി എം മടവൂര് പറഞ്ഞു, ഞാനാണ് അല്ലാ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രസംഗം കണ്ടിട്ടോ, യൂട്യൂബിൽ കയറി നമുക്ക് കിട്ടും. പണ്ടത്തെ പോലെ നല്ല സുഖാണല്ലോ, പഠിക്കാൻ നല്ല സുഖ. വിഷയം അടിച്ചു കൊടുത്താലേ ആ പ്രസംഗങ്ങൾ ഇങ്ങനെ വന്നു കിട്ടും. ഞാനാണ് അല്ലാ. അതാദ്യം പറഞ്ഞയാൾ ഫിർഔനാണ്. ഫിർഔനിനെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പടച്ച റബ്ബ് മുക്കിക്കൊന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരാൾ പ്രഖ്യാപിച്ചാൽ അത് വലിയാകാനുള്ള സ്ഥാനമാണോ കുഫറാകാനുള്ള സാധ്യതയാണോ? ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ഇന്നും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന, അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്ക് ചിന്തിക്കാൻ ത്രാണിയുള്ള ആൾക്കാരാ. ഈ വാക്കുകൾ ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നില്ല? എൻ്റെ പരലോകത്തിൻ്റെ വിഷയമല്ലേ? എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു തആല എന്തൊന്ന് പറഞ്ഞോ അതിനൊക്കെ വിപരീതമായി സംസാരിക്കുകയാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആരാ പറഞ്ഞത്? വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു. പടച്ചോൻ പറയാണ് എന്നോട് പ്രാർത്ഥിച്ചോളും, ഞാൻ ഉത്തരം നൽകാം. അപ്പൊ മുഹയ്യിദ്ദീൻ മാലാജോ റബീഉൽ ആഖിർ മാസത്തിൽ പള്ളിയിലിരുന്ന് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നു, അങ്ങനൊന്നും ആവശ്യമില്ല. ബല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. എന്നെ ഏത് നാട്ടിൽ നിന്ന് എവിടുന്ന് വിളിച്ചാലും വായ കൂടുന്നതിന്റെ മുമ്പ് ഞാൻ ഉത്തരം നൽകും. പഠിക്കണമെങ്കിൽ പഠിച്ചോളിട്ടോ. മുഹയ്യിദ്ദീൻ മാലയിലെ വരിയാണ്. അള്ളപ്പുറത്ത് പറയാണ് എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ ഉത്തരം നൽകാം. മുഹയ്യിദ്ദീൻ മാല പറയണു എന്നോട് പ്രാർത്ഥിച്ചോളിയും വായ കൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും. മുഹയ്യിദ്ദീൻ ഷെയ്ഖല്ലേ, തെറ്റിദ്ധരിക്കരുത്. മുഹയ്യിദ്ദീൻ മാല. മുഹയ്യിദ്ദീൻ മാലയുടെ പ്രായത്തിനെന്നറിയോ? 400 കൊല്ലം. 1400 കൊല്ലം പഴക്കമുള്ള ഖുർആൻ പറയുന്നു പടച്ചോനോട് പ്രാർത്ഥിച്ചോളിന്ന്. അള്ളാന്റെ ഖുർആൻ പറയുന്നു അല്ലാഹുവിന് എല്ലാ അറിവുമുണ്ട്. ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. ഏതൊരാളുടെ ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെക്കുന്നതെല്ലാം അല്ലാഹ് അറിയുന്നവനാണ്. മുഹയ്യിദ്ദീൻ മാല പറയുന്നു അങ്ങനൊന്നും പറയാൻ പറ്റൂല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാ ഞാൻ നിങ്ങളുടെ കൽബാകാമെന്നോവർ. അങ്ങനെ അല്ലാഹ് മാത്രമൊന്നുമല്ല, നിങ്ങളെ കൽബിൻ്റെ ഉള്ളിലുള്ള സ്വകാര്യതകളൊക്കെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നമ്മൾ കാണുന്നുണ്ട് എന്ന് മുഹയ്യിദ്ദീൻ മാല. നിങ്ങൾ ബേജാറാവണ്ട, അതിൻ്റെ ഇടയിലൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓവർ ഓവർ ഓവർ. അത് അങ്ങനെ കണ്ടാൽ മതി. ഇതൊക്കെ ദീനാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയണം. എന്തറിയോ? അള്ളാന്റെ കഴിവുകളും വിശേഷണങ്ങളൊക്കെ ഇന്ന ആൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നമുക്ക് എങ്ങനെയാണ് പടച്ചോനാണ് എൻ്റെ റബ്ബ് എന്ന് പറയാൻ പറ്റുക? ഇങ്ങനെ കുറേ സാമ്പിളുകൾ. ഖുതുബിയ്യത്തുകാരൻ പറയുന്നത് എന്താ? ഖുതുബിയ്യത്തുകാരൻ പറയുന്നത് നല്ല ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഒളു ഉണ്ടാക്കി കിബിലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അല്ലാഹ് വിളിക്കാനല്ല. എന്താ വിളിക്കാൻ പറഞ്ഞേ? യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു. അങ്ങാടിയിൽ സംശയമുള്ളവർ ഈ വാക്ക് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഖുതുബിയ്യത്തിൽ പറയുകയാണ് 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ഷെയ്ഖ് വരുന്നതാണ്, ഉത്തരം നൽകുന്നതാണ്, പ്രശ്നങ്ങൾ തീർക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞതെന്താ? ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. അല്ലാഹ് പറഞ്ഞു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നാം സമീപസ്ഥനാണ്, ദൂരത്തല്ല. ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഇവിടുന്ന് 800-900 കിലോമീറ്റർ അപ്പുറത്താണ്. അല്ലാഹ് പറയുന്നു ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, എന്നോട് പ്രാർത്ഥിച്ചു ഞാൻ ഉത്തരം നൽകാം. ഖുതുബിയ്യത്തുകാരൻ പറയുന്നു വേണ്ട, ഷെയ്ഖ് വരും, ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചാൽ മതി. നോക്കണം നിങ്ങൾ, ഖുതുബിയ്യത്ത് പഠിക്കണ ചൊല്ലണ ഏതെങ്കിലും മനുഷ്യന്മാർ ചിന്തിച്ചോ കിട്ടോ? 12 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഖുതുബിയ്യത്ത് തുടങ്ങുന്നത്. ഖുർആനിനില്ലാത്ത പോരിശയാണ് ഖുതുബിയ്യത്തിന്. 12 റക്അത്ത് നിസ്കരിച്ച് പോരിശയാക്കപ്പെട്ട ഹാജത്തിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം ഇത് ഓതി തുടങ്ങണമെങ്കിൽ.
അള്ളാഹിന്റെ ഖുർആനിന് എന്ത് സ്ഥാനം? ഞാൻ വരികയാണ്, ഖുർആനാണ് എൻ്റെ ഇമാമ് എന്ന് പേപ്പറിൽ എഴുതി ഉസ്താദ് ഖബറിന്റെ തലക്കും പാത്രം പേപ്പർ ഫിറ്റ് ചെയ്ത് തന്നാൽ ഉത്തരം കിട്ടുന്ന വിചാരിക്കുന്ന വിഡ്ഢികൾ ഉണ്ടെങ്കിൽ ഉത്തരം കണ്ടെത്തിക്കോ. ജീവിതത്തിൽ തെളിയിക്കാൻ കഴിയണം നമുക്ക് എൻ്റെ റബ്ബ് പടച്ചവനാണ്, എൻ്റെ ഖുർആൻ എൻ്റെ ജീവനാണ്, എൻ്റെ ഇമാമാണെന്ന് ഇവിടുന്ന് തെളിയിച്ചു പോകണം നമ്മൾ. അതാ ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ നമ്മുടെ ചോദ്യത്തിന് മറുപടി ഉണ്ട് നമ്മുടെ കയ്യിൽ. സകല അമ്പിയാക്കന്മാരും അവരുടെ പ്രതിസന്ധികളിലെല്ലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ഇതേതാ സൂറത്തു തൗബ 116-ാമത്തെ ആയത്ത്. ഞാൻ അർത്ഥം വെക്കുന്നില്ല, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് മുജാഹിദ് അർത്ഥം വെച്ചതാണ്. ഓക്കെ, ഞാൻ പറയുന്നില്ല, അർത്ഥം ഞാൻ പറയുന്നില്ല. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, അംഗീകരിക്കല്ലോ, ആർക്കും അംഗീകരിക്കാലോ. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് പരിഭാഷ എഴുതിയിട്ടുണ്ട്. ഒരു കാലത്ത് പരിഭാഷ ഇറക്കിയപ്പോൾ പറഞ്ഞു ഹറാമാണ്, കാഫിറാകും, മുർത്തദാകും. ആ പ്രമേയൊക്കെ ഇപ്പോൾ അവിടെ ഫോട്ടോസാറ്റ് കിടക്കുന്നുണ്ട്. അതേ ആളുകൾ പരിഭാഷ ഇറക്കി. ആ പരിഭാഷയിൽ അർത്ഥം വായിക്കാം, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്കൊരു രക്ഷകനോ സഹായകനോ ഇല്ല തന്നെ. നിങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും വേറെ ഒരാളും ഇല്ല അല്ലാതെ. ഇതാ നമുക്ക് പറയാനുള്ളൂ. ഈ പരിഭാഷ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് പുതിയ പരിഭാഷ വേണ്ട, ഇതിലുള്ളത് കൃത്യമായി പറഞ്ഞു. എന്തുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം? ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അർത്ഥം പറയട്ടെ. ഫതുഹുർ റഹ്മാൻ എന്ന പരിഭാഷ, KV മുഹമ്മദ് മുസ്ലിയാറിന്റെ പരിഭാഷ, അർത്ഥം നിശ്ചയമായും എൻ്റെ രക്ഷിതാവ് പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ തന്നെയാണ്. അല്ലാഹ് പ്രാർത്ഥന സ്വീകരിക്കും. അതുകൊണ്ട് റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. സൂറത്തുൽ ബഖറയിൽ പടച്ചറബ് പറയുന്നുണ്ട്, എന്നോട് പ്രാർത്ഥിച്ചോ, ഞാൻ സമീപസ്ഥനാണ്. തിരൂരങ്ങാടി ഖാദി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ നൽകുന്നൊരു വ്യാഖ്യാനമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ബുക്ക് സ്റ്റാളിലൊക്കെ പോയ പുസ്തകം കിട്ടും. തിരൂരങ്ങാടി ഖാദി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ ആ ആയത്തിന്റെ വിശദീകരണം എഴുതി കൊടുക്കുകയാണ്. അതുകൊണ്ട് നാം എപ്പോഴും അവനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥന അവൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. മനസ്സറിഞ്ഞ് അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് മാത്രം. ഫത്ഹുൽ അലീം എന്ന പരിഭാഷ 1-ാമത്തെ വാള്യം 77-ാമത്തെ 78-ാമത്തെ പേജിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ എഴുതി വെച്ചതിനോട് നീതി പാലിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പടച്ചോനോട് പ്രാർത്ഥിക്കണം ഈ മഹാന്മാരൊക്കെ എഴുതി വെച്ചിരിക്കാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. 17 തവണ നമ്മൾ പറയാണ്, അല്ലാഹ് നിന്നെ മാത്രം ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ. വലിയ കാലി ഇമ്പിച്ചിക്കോയ തങ്ങൾ അതിന് വിശദീകരിച്ച് പറയുകയാണ്, അള്ളാഹുവിനെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും. അൽ ബയാൻ ഫി മആനിൽ ഖുർആൻ. ഞാൻ അങ്ങനെ വായിക്കാനുള്ള കാരണം നമ്മളൊരു പുസ്തകം ഉണ്ടാക്കിയിട്ട് നമ്മൾ അർത്ഥം ഉണ്ടാക്കിയതല്ല. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾ അംഗീകരിക്കുന്ന പരിഭാഷയിലെ പറയണത് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ പടച്ച റബ്ബിനോടെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആരാത് പ്രാർത്ഥിക്കാൻ മടിയുള്ള ആൾക്കാർ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൽ മാത്രം ആരാധനകൾ ചെയ്യുന്നതിൽ നിന്ന് അഹങ്കരിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ നൽകിയ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ കാണാൻ സാധിക്കും, നമ്മൾ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അവൻ നമുക്ക് ഉത്തരം ചെയ്യും. അഹങ്കാരികൾ മാത്രമേ അള്ളാഹുവിനെ ആരാധിക്കാനും അവനോട് പ്രാർത്ഥിക്കാനും വിസമ്മതം കാണിക്കുകയുള്ളൂ. ശാശ്വതവും നിന്ദ്യവുമായ നരകീയ ജീവിതമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം നരകീയ ജീവിതമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയ പണ്ഡിതന്മാരെല്ലാം പറയാ. മാത്രമല്ല ആ ആളുകൾ തന്നെ അവർ രേഖപ്പെടുത്തുകയാണ്, ആ പ്രാർത്ഥിക്കുന്ന നമ്മൾ ഒരാളോട് സൃഷ്ടിയോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് സ്വയം കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്തവരാണ്. നമ്മുടെ നാട്ടിലെ പല മഹാന്മാരും മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി കിതാബുകളിൽ കാണാൻ സാധിക്കും, ചില സമയത്ത് സംസാരിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെട്ടിരുന്നു. എത്രയോ വലിയമാര് ഔലിയാക്കന്മാര് കണ്ണിന് കാഴ്ചശേഷിയില്ലാതെ കണ്ണട വെച്ച് നടന്നിരുന്നു, വയസ്സാങ്കാലത്ത് വടികുത്തി നടന്നിരുന്നു. അവർക്ക് അവരുടെ കാര്യം തന്നെ ജീവിതകാലത്ത് പ്രയാസപ്പെട്ട നടത്തിയത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുക? ഈ ജീവിതത്തെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പടച്ച റബ്ബിനെ ആരാധിച്ചു ജീവിക്കാത്ത ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധ്യമല്ല. അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളി
പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവോടൊപ്പം ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. വലിയ കാതി ഇമ്പിച്ചിക്കോയ തങ്ങൾ അർത്ഥം പറയുകയാണ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇതൊക്കെ അവിടെ കിടക്കുക. എന്നിട്ട് റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പാടുന്നത് അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന നബിയേ, പാപങ്ങൾ പുറത്തു തരുന്ന നബിയേ. അല്ലെ, കേട്ടിട്ടില്ലേ? സ്വർഗം തരുന്ന തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് തരുന്ന തങ്ങളെ, ഞങ്ങളൊന്ന് കൈപ്പിടിക്കണേ തങ്ങളെ. ആരാ തങ്ങള്? നബി തങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന രംഗം നമ്മൾ കാണുകയാണ്. പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന നോളജ് സിറ്റി ഉണ്ടല്ലോ, നോളജ് സിറ്റിക്ക് നമ്പർ കിട്ടാതെ കഷ്ടപ്പെട്ടു അത്രേ. അദ്ദേഹം ഇന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ, നമുക്ക് അന്വേഷിക്കാലോ. നമ്പർ കിട്ടാതെ കഷ്ടപ്പെട്ട് അവസാനം പരിഹാരം കണ്ടു. ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ നോളജ് സിറ്റിക്ക് നമ്പർ കിട്ടി. അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോഴല്ല, ബദരീങ്ങളെപ്പോട് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ. മലപ്പുറം ജില്ലയിൽ, നമ്മുടെ ജില്ലയിൽ തന്നെ സ്വലാത്ത് നഗർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖലീൽ ബുഖാരി തങ്ങൾ, ഇതൊക്കെ പേരടക്കം ഞാൻ പറയുന്നത് നാളെ ഞാനാണ് ഇവിടെ പറഞ്ഞെന്ന് പറയേണ്ട. നിങ്ങൾക്ക് അന്വേഷിക്കാം, തെളിവ് കണ്ടെത്താം, യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യാം. ഖലീൽ ബുഖാരി തങ്ങൾ ഒരു സംസാരത്തിൽ പറഞ്ഞു, ഹജ്ജിന് പോണ വേള, ഹജ്ജിന് പോകുമ്പോൾ ഞങ്ങൾ കുടുങ്ങി കപ്പലിൽ വെച്ച് ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിൽപ്പെട്ടപ്പോൾ ആഴക്കടലിൽ വെച്ച് ബദരീങ്ങളെ, ഞങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരാ രക്ഷിക്കാനുള്ളത്, ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ കപ്പൽ ശാന്തമായി, ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇത് നാട്ടുകാരെന്താ പഠിക്കേണ്ടത്? എന്ത് ബുദ്ധിമുട്ട് വന്നാലും ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാൽ മതി. ഇനി ആർക്കെങ്കിലും ഇത് മനസ്സിലാകാതെ പോകുകയാണെങ്കിൽ, അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ബഹുമാനത്തോടെ തന്നെ ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയാണ്, അള്ളാഹിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ KSRTCയിൽ പോണമാതിരി, ഇവിടുന്ന് പെരിന്തൽമണ്ണക്ക് KSRTCയിൽ മുട്ടിലഴിഞ്ഞ് പോണ പോലേക്കും. അള്ളാഹു വല്ലാത്തവരോടൊക്കെ പ്രാർത്ഥിച്ച് ഹക്ക് ജാഹ് ബർക്കത്തോണ്ട് ഇലാ ഹദറത്തൊക്കെ പറഞ്ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ബെൻസ് കാറിൽ പോണ പോലെ ആയിരിക്കും. അപ്പൊ എന്താ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ബെൻസ് മതി, അഥവാ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നത് മതി. എൻ്റെ സഹോദരങ്ങൾ, ഇത് സംഘടനാ പ്രശ്നങ്ങളല്ല, ഇത് പ്രസ്ഥാന പ്രശ്നങ്ങളല്ല. ഞാൻ പറഞ്ഞ വിഷയം തന്നെയാണ്. നമ്മുടെ പരലോകം, നമ്മുടെ ഖബർ നഷ്ടപ്പെടുമോ, എൻ്റെ സ്വർഗം നഷ്ടപ്പെടുമോ, ഈ വിശ്വാസം കൊണ്ട് നടന്നാൽ ഞാൻ രക്ഷപ്പെടുമോ എന്ന് സ്വയം ആലോചിച്ച് നോക്ക്. ബദരീങ്ങൾ ജീവിച്ചവരാണ് ലോകത്ത്. 313 യോദ്ധാക്കൾ യുദ്ധത്തിനിറങ്ങിയവരാ. നേതാവാരാ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? യൂനുസ് നബിന്റെ ഹക്ക് ജാഹ് ബർക്കത്തോണ്ടാണോ? മൂസാ നബിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാണോ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലം തുഅബദ് ഫിൽ അർളി. അല്ലാഹുവേ, ഞങ്ങളെ പരാജയപ്പെടുത്തിയാൽ, ഇനി ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നിന്നെ ആരാധിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടാകൂല. അല്ലാഹ് യുദ്ധം തുടങ്ങി. ഭയപ്പാടോടെ അവർ സങ്കടപ്പെട്ട് അള്ളാഹിനോട് ഇസ്തിഗാസ നടത്തി. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ, സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ബദരീങ്ങൾ പ്രതിസന്ധികളിൽ പടച്ചോനേന്ന് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോ അള്ളാന്റെ സഹായം ഉണ്ടാക്കി. പ്രിയപ്പെട്ട മുസ്ലിം ഖൗമേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പ്രിയ യോദ്ധാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് മലയാളം അറിയാത്ത സ്വന്തം ശരീരത്തിലേക്ക് ശത്രുക്കളുടെ അമ്പ് കുത്തേറ്റുകൊണ്ട് മരിച്ച ആ ശുഹദാക്കന്മാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരെ വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയോ? പടച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തവരാണവർ. അതിനേക്കാൾ വലിയ ഷഹീദ് വേറുണ്ടോ? എന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത കൊടും ചതി എന്തായിരുന്നു? ഉഹദ് ശുഹദാക്കൾ ലോകത്തെ ഒറിജിനൽ ശുഹദാക്കളല്ലേ? അവരാരോടാണ് പ്രാർത്ഥിച്ചത്? അസ്ഹാബുൽ കഹ്ഫ്, ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരെന്ന് വിളിക്കാൻ പറ്റുന്ന അസ്ഹാബുൽ കഹ്ഫ് ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങി. ആരോടാണ്? ഇലാ ഹദറത്തിണ്ടോ, ഹക്ക് ജാഹ് ബർക്കത്തുണ്ടോ? ഖുർആനിൽ കാണാനില്ല, ഹദീസിൽ കാണാനില്ല. കാണുന്നത് എന്താ? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. റബ്ബന എന്നാണ്, പടച്ചോനെ എന്നാണ്.
ഇനി ഈ ഖൗമിനോട് ഇതിലും വ്യക്തമാക്കി, ഇനി ജിബ്രീൽ വരൂല, ഇനി പുതിയ ഖുർആനൊന്നും വരൂല. നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കണ്ടെത്തുക. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഏറ്റവും പിഴച്ചവൻ ആരാണ്, ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ്? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവൻ ആരാ ഉള്ളത്? ഓനാ പിഴച്ചവൻ, അവനാ പുത്തൻവാദി. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഉറപ്പിച്ചോളി, ഓനക്ക് പിഴച്ചിട്ടുണ്ട്, ഖുർആന്റെ അടിസ്ഥാനത്തിൽ പിഴച്ചിട്ടുണ്ട്. ഇനി വേറെ ഏതൊക്കെ ദുർബലമായ ഹദീസ്, നബിന്റെ ഖബറിനടുത്ത് വന്നിട്ട് ഒരാൾ സങ്കടം പറഞ്ഞല്ലോ, അപ്പൊ മഴ കിട്ടിയല്ലോ, ഏതാള് എപ്പ വന്ന്? ഇങ്ങനെ ഇല്ലാ കഥകൾ മെനഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അള്ളാഹ് ഒരു കാര്യം പറയാ, അള്ളാഹ് അതിനെതിരായിട്ട് വേറൊന്ന് ചെയ്യിപ്പിക്കുക നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി എൻ്റെ റബ്ബല്ലയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള അവൻ്റെ ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹുവിന് മാത്രം കൊടുത്തില്ലെങ്കിൽ ശിർക്ക് സംഭവിക്കുന്നു. അള്ളാഹു അല്ലാത്തവരോ ഏതെങ്കിലും നമ്മുടെ ബലികർമ്മങ്ങൾ, നേർച്ചകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ ശിർക്ക് സംഭവിച്ചു. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് ഈ നാട്ടിലെ കള്ള് ഷാപ്പുകളേക്കാൾ, പലിശ സ്ഥാപനങ്ങളേക്കാൾ, നൂറുകണക്കിന് കൊലപാതകങ്ങളേക്കാൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് ഇന്ന ശിർക ലദുൽമുൻ അദീം. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന് വലിയ പാപമായി, കൗരവമായിട്ടാ കാണുന്നത്. ഒരു മനുഷ്യൻ എത്ര പൈസ മുടക്കിയാ കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോണത്? 7 ലക്ഷം കൊടുത്ത ആളുകളുണ്ട്, 8 ലക്ഷം കൊടുത്ത ആളുകളുണ്ട്. ഭാര്യയും ഭർത്താവും പോയിട്ടുണ്ടെങ്കിൽ 14 ലക്ഷം കൊടുത്തവരുണ്ട്. ലക്ഷക്കണക്കിന് പൈസ ചെലവാക്കി ഹജ്ജിന് പോകുന്നു, മാസം 30 നോമ്പ് നോൽക്കുന്നു, റമദാനിൽ മറ്റനേകം സ്വതക്ക ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു. പക്ഷേ ഖുർആൻ പറയാണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്താൽ ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. എല്ലാ അമലുകളും തകർത്തു കളയുന്നതാണ്. പടച്ചോനല്ലാത്തവനോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഇബാദത്ത് വല്ലതും ചെയ്ത സകല നന്മകളും പൊളിഞ്ഞുപോയി. കല്യാണത്തിന് ഒരു ചെമ്പ് ബിരിയാണി ഉണ്ടാക്കി, നല്ല മട്ടൻ ബിരിയാണിയാണ്. ചെറിയ ചക്കൻ വന്നിട്ട് ഒരു പ്ലേശം മണ്ണെണ്ണ കൊടുത്തിട്ട് ചെമ്പ് കൊഴിച്ചു. നിങ്ങൾ പറയോ നല്ല ബീഫേനു കേട്ടോ, നല്ല ഇളം മുതലേന്നു കേട്ടോ, പറയോ നല്ല ബിരിയാണി കേട്ടോ, മൂപ്പര് വെച്ച ബിരിയാണി നല്ല ബിരിയാണി. പിന്നെ ഒരു വർത്താനമില്ല, അതിൽ മണ്ണെണ്ണ കുടുങ്ങിയോ, ഒഴിവാക്കുക. നമ്മൾ ചെയ്ത ഒരുപാട് സൽക്കർമ്മങ്ങളായിരുന്നു, അത് സ്വീകരിക്കാൻ വേണ്ടത് ശിർക്കില്ലാത്തൊരു ഈമാനായിരുന്നു. അതില്ലാതെ പോയാൽ അവൻ കഷ്ടത്തിലാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നിങ്ങൾക്ക് അർത്ഥം വെക്കാം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. തീർച്ചയായും അല്ലാഹു ശിർക്കല്ലാത്ത പാപങ്ങളെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. കൊലപാതകം ചെയ്ത് അവരെ രക്ഷപ്പെടാൻ പറ്റും. കൊല്ലണം എന്നല്ല എൻ്റെ അർത്ഥം. ഹറാമിൽ മുങ്ങിക്കുളിച്ചോന് വരെ അള്ളാഹ് വിചാരിച്ച് തൗബ സ്വീകരിച്ച് കിട്ടിയ രക്ഷപ്പെടാൻ പറ്റും. ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും പുറക്കാൻ പോണില്ല. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി ഉണ്ടോന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ ചോദ്യം, മുത്ത് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തിട്ട്, ഇതറിയുന്ന ആളാണോ? ഈ വ്യക്തിനെ അറിയോ? ജീവിതം കൊണ്ട് തെളിയിച്ചാൽ ഞാനും നിങ്ങളൊന്നും കണ്ടിട്ടില്ല. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഫോളോ ചെയ്യുന്ന ഇത്ര വലിയ ഒരു പദവിയുള്ള മനുഷ്യനാരാ ഉള്ളത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ, നീ ഇഷ്ടപ്പെടുന്നതിൻ്റെ കളിക്കാരൻ്റെ ജേഴ്സി അണിഞ്ഞ്, ബൂട്ടണിഞ്ഞ്, അവൻ്റെ സ്റ്റാറ്റസ് ഇട്ട് അവൻ്റെ ഗോളുകൾക്ക് കമന്റ് അടിക്കുന്ന, നീ ചിന്തിച്ചു നോക്ക്, നിന്റെ മെസ്സി, നിന്റെ റൊണാൾഡോ നിനക്ക് വേണ്ടി എന്ത് സ്നേഹസമ്മാന തന്നത്? മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിൻ്റെയും മമ്മൂട്ടിൻ്റെയും മറ്റു സിനിമ പുതിയ രാജാക്കന്മാരെയൊക്കെ പേര് താങ്ങി അവരുടെ പിന്നിൽ നടന്ന് അവരുടെ ഫാൻസ് ഉണ്ടാക്കി അവർക്ക് വേണ്ടി ജൈവിളികൾ നടത്തുന്നവരെ അവർ നിനക്ക് വേണ്ടി ജീവിതത്തിൽ സ്നേഹത്തോടെ എന്ത് തന്നു? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം മുതൽ മരണം വരെ ബാപ്പയോട്, ഉമ്മയോട്, പ്രിയപ്പെട്ട പ്രിയതമയോട്, അയൽവാസിയോട്, കച്ചവടക്കാരനോട്, നാട്ടുകാരനോട്, മുസാഫിറിനോട്, ജീവിത രംഗത്ത് മുഴുവൻ നാം ചെയ്യേണ്ടുന്ന ചെറുതും വലുതുമായ സകല നന്മകളും പഠിപ്പിച്ചു തന്ന ലോകത്തെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ യഥാർത്ഥ മാതൃകയായ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യവാനായി തന്നതാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ, ഭയങ്കര റഹ്മത്താണ്. കുട്ടികളോട് കരുണ കാണിക്കാൻ പറഞ്ഞു, സ്ത്രീകളോട് പരിഗണന കൊടുക്കാൻ പറഞ്ഞു. മാതാപിതാക്കളെ പരിഗണിക്കാത്തവന് ജീവിതമില്ലെന്ന് പഠിപ്പിച്ച എത്ര വചനങ്ങളാ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ആ നബിനെ കാണിച്ചിട്ട്
ഈ നബിനെ, ഈ വ്യക്തിനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ മുഹമ്മദുൻ നബി, ഇതെന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ആ നബിനെ അംഗീകരിക്കുന്നവരാകണം. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഒരു വിവേചനമില്ലാതെ നബിമാരിലൊക്കെ ശരിക്ക് വിശ്വസിക്കുന്നവരാകണം. നബിയെ യഥാർത്ഥ സ്നേഹം കാണിക്കുന്നവരാകണം. ഖുലിൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ പിൻപറ്റണേ. എന്നെ കണ്ടിട്ടില്ല, നബി നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ 1400 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ആ പ്രവാചകന്റെ താടിരോമങ്ങളെ മാതൃകയാക്കി എത്രയെത്ര കോടിക്കണക്കിന് മനുഷ്യരാണ് ആ താടിരോമങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ താടിയെ പരിഹസിക്കല്ലേ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ അക്താക്കളെ. ബാർബറുടെ കരങ്ങൾ തലോടിയില്ലാത്ത താടിയാണെന്ന് പറഞ്ഞ് പുച്ഛിക്കേണ്ട പ്രിയപ്പെട്ടവരെ. വരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുമ്പോൾ അരക്ക് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന നിക്കറാണി എന്ന് പറഞ്ഞ് നീ കളിയാക്കണ്ട. എത്രയെത്ര മനുഷ്യരുണ്ട് ഈ സുന്നത്തുകളെ പുച്ഛിക്കുന്നു, സംസമിനെ കളിയാക്കുന്നു, ഇസ്ലാമിന്റെ ഷിആറുകളെ പുച്ഛിക്കുന്നു. അവർക്ക് എന്ത് പറ്റി? മുത്ത് ഹബീബ് തങ്ങൾ പറഞ്ഞ ഒരു വാക്കും നിഷേധിക്കാൻ നമുക്ക് കഴിയൂല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹിയാണ്, വെറുതെ പറഞ്ഞതല്ല, വഹിയിന്റെ അടിസ്ഥാനത്തിലാണ്, ജിബ്രീലിന്റെ ആ വരവോടുകൂടെ കിട്ടുന്നതാണ്, വെറുതെ അഭിപ്രായം പറഞ്ഞതല്ല. അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന മനുഷ്യരെ ഒരു ദിവസം കൊണ്ട് തീരൂല ആ സ്നേഹപ്രകടനം. അത് ശരിയുമല്ല. നബിദിനാഘോഷം തുടങ്ങിയിട്ട് 800 കൊല്ലമേ പഴക്കമുള്ളൂ. പ്രവാചകന്റെ ജീവിതത്തിന്റെ 63 കൊല്ലം ഒരു നബിദിനമില്ല. അബൂബക്കർ തങ്ങൾ നബിദിനം കണ്ടിട്ടില്ല. ഉമർ ഖത്താബ് തങ്ങൾ എന്ത് സ്നേഹമുള്ളയാളാണ്, ജീവൻ കൊടുക്കാൻ സന്നദ്ധനായവരാണ്, കണ്ടിട്ടില്ല അങ്ങനെ ഒരു നബിദിനാഘോഷം. പ്രിയപ്പെട്ട ഭാര്യമാര് 11 പേരിൽ 9 പേര് ഹയാത്തിന്റെ അവസാനത്തിൽ നബിന്റെ കാലശേഷം പോലും അവർ അങ്ങനെ ഒരു ആഘോഷം കണ്ടിട്ടില്ല. മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ കണ്ടിട്ടില്ല. ഇഞ്ഞെന്താ ആരെ പറയണ്ടേ? മദ്ഹബിന്റെ ഇമാമിയങ്ങൾ കണ്ടിട്ടില്ല, താബഈങ്ങൾ കണ്ടിട്ടില്ല, ഹസൻ ബസരി കണ്ടിട്ടില്ല. പിന്നെ ആരാ കണ്ടത്? ഷിയാക്കളുടെ നേതാക്കന്മാരായ ഫാത്തിമിയാക്കളിൽ മലിക്കുൽ മുദഫറിനെ പോലെയുള്ള രാജാക്കന്മാർ 800 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് ഒരു കാട്ടിക്കൂട്ടൽ നബിദിനാഘോഷം. നമുക്കത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒരീസം സ്നേഹിക്കണവരല്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഉണ്ടാകുന്ന പോലെയാണോ ഒരു നമ്മുടെ നേതാവിനോടുള്ള ബഹുമാനം? അങ്ങനെയാണോ? നമ്മൾ 24 മണിക്കൂർ കിടന്നുറങ്ങുമ്പോൾ വരെ ആ സുന്നത്ത് പാലിച്ച് സ്നേഹിക്കുന്നവരാ. മാത്രമല്ല, നബിദിനാഘോഷം കണ്ട് നാട്ടുകാർ പറയാൻ തുടങ്ങി, ഇതെന്ത് നബിയാണ്, എന്ത് സ്നേഹമാണ്. ബാംഗ്ലൂരിൽ നബിദിനാഘോഷത്തിന്റെ റാലി ഇങ്ങനെ പോകുക. അതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ശ്രീകൃഷ്ണ ജയന്തി നടക്കുമ്പോൾ ഒരു കൃഷ്ണന്റെ ഭാവത്തിലുള്ള ഒരു കുട്ടിനെ പാകപ്പെടുത്തി റാലി ഇങ്ങനെ പോയി. കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ കഴിഞ്ഞു പോയി. നബിദിനാഘോഷത്തിന്റെ അന്ന് ബാംഗ്ലൂർ അങ്ങാടിയിൽ മലയാളികൾ റാലി നടത്തുകയാണ്. അവിടെ ഉണ്ണിയേശുവിന് പകരം ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോണത്. ഒരു കുട്ടിനെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി മുഹമ്മദിനെ കൊണ്ട് ഇങ്ങനെ നടക്കുക. അത് അന്ന് അങ്ങനെ കഴിഞ്ഞ് കുറേ എതിർക്കുകയോ സംസാരിക്കുകയോ ചെയ്ത് പിന്നെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ ന്യൂ ഇയർ പാർട്ടി മാതിരി, പൂരപ്പറമ്പ് മാതിരി, ഉത്സവ പറമ്പ് മാതിരി DJ പാർട്ടി ഇട്ടിട്ട് അപ്പം നബിദിനാഘോഷം. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ സംഭവം എത്ര മുസ്ലിം സമുദായത്തിന് പോറലേൽപ്പിച്ചു. മുജാഹിദുകൾ മാത്രമല്ല, സിംസാറിൽ അക്കുദവി സംസാരിച്ചു, ഇത് ശരിയാവൂല. ഈ മ്യൂസിക് ഇട്ട് തുള്ളിച്ചാടുന്ന ഈ പരിപാടി മദ്ഹിന്റെ പേര് പറഞ്ഞ്, നബിന്റെ പേര് പറഞ്ഞ് ഇസ്ലാം അംഗീകരിക്കണില്ല. തന്നെ മുജാഹിദുകൾ കൊല്ലങ്ങളായി പറയുന്നു. കാഞ്ഞാർ ബാക്കവി പറഞ്ഞു, സുബൈർ പറഞ്ഞത് വിഷയക്കണ്ടങ്ങളെ. കാഞ്ഞാർ ബാക്കവി പറഞ്ഞു, കാഞ്ഞാർ ബാക്കവി, കബീർ ബാക്കവി തെക്കൻകാലിന്റെ പ്രഭാഷകനല്ലേ, അദ്ദേഹം സംസാരിച്ച് 20 മിനിറ്റോളം അദ്ദേഹത്തിന് സംസാരമുണ്ട്. ഈ പോക്ക് തുള്ളിച്ചാട്ടങ്ങളും കൂത്താട്ടങ്ങളുമായി പ്രവാചക സ്നേഹം ഇസ്ലാമിൽ ഈ കോലത്തിലില്ല. പേരോട് ഉസ്താദ് പറഞ്ഞു, എന്താ നഊദു ബില്ലാ, സ്ത്രീകളൊക്കെ അണിനിരന്നിട്ട് റാലിയിൽ പോകുന്നു, ഇതെന്ത് നബിദിനാഘോഷം? ഇതെന്താ പറ്റിയെന്നറിയോ? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. ഇസ്ലാമിൽ പെരുന്നാളാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, ഏത് വസ്ത്രത്തിൽ ധരിക്കണം, എങ്ങനെ പോകണം, എങ്ങനെ നടക്കണമെന്നുണ്ട്. ഇതിന് ഒരു ചിട്ടവട്ടങ്ങളും ഇല്ല, ഒരു മദ്ഹബിലും സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നാട്ടുകാരൊക്കെ പാടാൻ തീരുമാനിക്കും, പൂർവ്വ വിദ്യാർത്ഥികളോട് ലിസ്റ്റാണ് കൊടുക്കും, ഖതീബ് യെസ് മോളും, പിന്നെ നടക്കുന്നതൊക്കെ സമ്മതം. എതിർക്കാൻ പോലും പറ്റാതെ നാട്ടിലും മഹല്ലുകാർക്കും എതിർക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ഇനിയും വരും അല്ലെ. അറബ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി ഫാഷൻ ഷോ മോഡൽ ചാടിക്കളിക്കുക, കുത്ത് ഡാൻസ് ഒക്കെ എത്ര നടക്കുന്നത്. എന്താ നബി സ്നേഹമാണ് ഉസ്താദേ. റോഡ് മുഴുവൻ നിരത്തി ബ്ലോക്ക് ചെയ്തിട്ട് യാത്രകൾ.
ഞാനൊറ്റ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ നബിനെ സ്നേഹിക്കാൻ കണ്ട വഴി എന്താ? ഒരു ദിവസം തീരുമാനിക്കുക, അന്നിറങ്ങുക. ഞാനൊരു ചോദ്യം ചോദിക്കാട്ടോ, ഉച്ചാരക്കടവർ എന്നോടൊന്ന് സഹകരിക്കുക, മറുപടി ഉണ്ടെങ്കിൽ. ആ നബിദിനാഘോഷത്തിന്റെ റാലിയിൽ 150 ആൾ പങ്കെടുത്തിരുന്നു. അതിൽ എത്ര പേരാണ് സുബഹിന്റെ ജമാഅത്തിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോരിശ പറഞ്ഞ സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കാർ എത്ര പേരുണ്ടായിരുന്നു? നബിദിനാഘോഷത്തിന്റെ റാലിയിൽ പങ്കെടുത്ത എത്ര മനുഷ്യന്മാർ ഇന്ന് ഈ ദിവസം, ഈ ചൊവ്വാഴ്ച 5 വക്ത് ജമാഅത്തിന് പങ്കെടുത്ത എത്ര പ്രവാചക സ്നേഹികളുണ്ട്? ചില ശർഈയായ കാരണങ്ങൾ കൊണ്ട് ഒഴിവുണ്ടാവട്ടോ. സ്നേഹം എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ടത് അവിടെയാണ്. 600 വീടുള്ള ചില പള്ളികളിൽ നിസ്കരിക്കാൻ പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പള്ളിയിലെ ഇമാമും 2 ആൾക്കാരും ഇല്ലാത്തൊരു മനുഷ്യൻ. 600 വീടുണ്ട് മഹലിൽ. ഒരാൾ വന്നാൽ 600 കുഞ്ഞ് 100 വീട് ഒഴിവാക്കിക്കോ. അതൊന്നും വലിയ കാര്യമല്ല. പിന്നെ എന്തിലാ കാര്യമുള്ളത്? കാര്യം ഇതിലാണ്. എന്നിട്ട് നെയ്ച്ചോറും ബിരിയാണിയും വെച്ചിട്ട് കഴിഞ്ഞ നബിദിനാഘോഷത്തിന് തല്ലാണ്. തല്ലുകൂടിയിട്ട് ചോറിൻ്റെ അടുത്തുനിന്ന് തല്ലുകൂടിയിട്ട് പ്ലേറ്റ് എടുത്ത് എറിയല്. പോലീസ് വന്നിട്ടാണ് നിയന്ത്രിച്ചത്. ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടൽ ഇസ്ലാമിലില്ല. ഈ സ്നേഹപ്രകടനം കപടമാണ്. ഇത് നമുക്ക് തെറ്റുപറ്റിയതാണ്. ഇത് പഠിപ്പിക്കാത്ത സ്നേഹപ്രകടനം. ഇതിന് പഴക്കം 800 കൊല്ലം ഉള്ളൂ. 1400 കൊല്ലം പഴക്കല്ലാത്തത് ഇസ്ലാമിലില്ല. നാട്ടിലുണ്ടാവും, വീട്ടിലല്ല. അതുകൊണ്ട് പ്രവാചകനെ ശരിയായ രൂപത്തിൽ ഇത്തിബായ് ചെയ്യാതെ ജീവിച്ചാൽ വമൻ അസാനി ഫഖദ് അബാ, അവൻ എന്നെ വിസമ്മതിച്ചവനാണ്, അവന് സ്വർഗത്തിലെത്താൻ കഴിയൂല. ഇനി പോട്ടെ സുഹൃത്തുക്കളെ, അതൊക്കെ നിങ്ങൾ വിട്. ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ അവസാനത്തിൽ മരണത്തിന്റെ മുഖാമുഖം കാണുന്ന അവസാന സമയത്ത് ഒരു വസിയത്ത് പറയുന്നു. ആ വസിയത്ത് പാലിക്കാൻ നമ്മൾ സന്നദ്ധരാണോ? അതിന് മുമ്പ് പറഞ്ഞതൊക്കെ പോട്ടെ, മരിക്കുന്നതിന്റെ തൊട്ടു നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു വസിയത്ത് പറയുന്നു. ആ വസിയത്തെങ്കിലും പാലിക്കാൻ കേരളക്കരയിലെ മുസ്ലിമീങ്ങളാകുന്ന നമ്മളെല്ലാവരും സന്നദ്ധരാണോ? എന്താ വസിയത്ത്? തന്റെ അനുയായികളെ വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, ലഅനത്തുണ്ട്. കാരണം എന്താണെന്നറിയുമോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറുകളെ, അമ്പിയാക്കന്മാരുടെ ഖബറുകളെ, ശ്മശാനങ്ങളെ മസ്ജിദുകളാക്കി മാറ്റുന്നു, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. അമ്പിയാക്കന്മാരുടെ ഖബർ ആരാധനയുടെ കേന്ദ്രമാക്കിയിട്ടില്ല. ലഅനത്തുല്ലാഹ്. എന്നിട്ട് നബി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൈ യുഅബദ്. അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിനെ ആരാധനയുടെ കേന്ദ്രമാക്കി മാറ്റരുത്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ഒരാഘോഷ കേന്ദ്രമാക്കി മാറ്റരുത് അല്ലാ. ഈ ഹദീസുകൾ പള്ളി ദർസിലുണ്ട്, പ്രിയപ്പെട്ടവരെ, ബുക്ക് സ്റ്റാളുകളിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഒന്ന് വായിച്ചു നോക്ക്. ഈ ഹദീസ് പാലിക്കാൻ നമുക്ക് പറ്റിയോ? നബിന്റെ ഖൗലല്ലേ, നബിന്റെ ഫിഅലല്ലേ, നബിന്റെ അമലല്ലേ സുന്നത്ത് എന്ന് പറഞ്ഞ? സുന്നത്ത് പാലിക്കുന്നവനാണ് സുന്നി. നമ്മളൊക്കെ സുന്നികളാണ്. യഥാർത്ഥ സുന്നികളാവണം, റിയൽ സുന്നികളാവണം. വ്യാജ സുന്നികളാവരുത്, ഡ്യൂപ്ലിക്കേറ്റ് സുന്നികളാവരുത്, പറയും സുന്നികളാവരുത്. ജീവിതം കൊണ്ട് സുന്നത്തുള്ളവരാകണം. നബി തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എൻ്റെ ഖബറിനെ ആരാധനയുടെ കേന്ദ്രമാക്കരുത്, എൻ്റെ ഖബറിനെ ഉത്സവ പറമ്പാക്കരുത്. നബിമാരുടെ ഖബർ ആരാധിക്കാൻ പറ്റൂല. നമ്മളെ നാട്ടിൽ നബിയൊന്നും ആകണ്ട, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. കാഞ്ഞങ്ങാട് ചെന്നാൽ കാണാം, അവിടത്തെ ഖബറും എഴുതി വെച്ചിരിക്കണു ആളെ പേര്, മുട്ടുംതല ഔലിയാ റളിയല്ലാഹു അൻഹു. എൻ്റെ അടുത്ത് പ്രസംഗിച്ചു. മുട്ടും തല ഔലിയ, 2 സാധനം കിട്ടിയിട്ടുള്ളൂ. ഒന്ന് തല, ഒന്ന് കാൽമുട്ട്. ആളെ ഫുൾ ബോഡി പോലും ഇല്ല, മുസ്ലിമാന്ന് പോലും ഇല്ല. എന്നിട്ട് പേരിട്ട് കൊടുത്തു, മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ആളുകൾ മഖാമിലേക്ക് ഒഴുകാണ്. പൈസ അങ്ങനെ ഇട്ട് കൊടുക്കുക. സയാമി സിരട്ടകളെ പോലെ എവിടെ ഖബറുണ്ടോ അവിടെ പൈസ പെട്ടി ഉണ്ടാവും. പൈസ പെട്ടി നിർത്തി നോക്കിയും കവിന് ഉത്സവം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. 4 ദിവസം ഉറൂസാണ്. ആരാണ് അവിടെ? 2 അവയവമാണ്. വെളിയങ്കോട് ചെന്നാൽ മുനമ്പത്ത് ബീവിന്റെ ജാറമുണ്ടല്ലോ. മുനമ്പത്ത് എന്നത് ആളെ പേരല്ല, സ്ഥലത്തിന്റെ പേരല്ലേ. ആളെ പേരെന്താ? ഊരും പേരറിയൂല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരറിയില്ല, പേരറിയില്ല, ആരാന്നറിയില്ല, മുസ്ലിം ആണോന്ന് അറിയില്ല. അവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ അത് മറവ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത SI ഉച്ചാരക്കടവെന്ന് ബസ് കയറിക്കോ, ചങ്ങരംകുളത്ത് ഇപ്പം ഹയാത്തിലുണ്ട്. മുജാഹിദീങ്ങൾ പറയണത് നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ പഠിച്ചാൽ മതി.
ചങ്ങരംകുളത്തിന്റെ മനുഷ്യൻ ആരായിരുന്നു ആ ബോഡി എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഇത് പറയുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മളോട് നിങ്ങൾക്ക് ദേഷ്യവും വെറുപ്പും ഇന്നുണ്ടാവാം. പക്ഷെ ഹക്കെങ്ങാനും നിങ്ങൾക്ക് തിരിഞ്ഞാൽ ഇതിനോളം നിങ്ങളെ രക്ഷിക്കുന്ന സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമില്ലെന്ന് ഇൻഷാ അല്ലാഹ് ജീവിതം കൊണ്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടും. സഹോദരങ്ങളെ, ഒന്നാലോചിക്കൂ, എന്താണ് നമ്മുടെ നാട്ടിലെ ഖബറുകളുടെ അവസ്ഥ? പട്ടാമ്പിയിൽ നേർച്ച നടക്കുക, 110ാമത്തെ നേർച്ച വരാൻ പോവാ. തോന്നിവാസങ്ങൾക്ക് കുടപിടിക്കാൻ ആളുകൾ പതാക ഉയർത്തുന്നത് ഷെയ്ഖുമാര്, ഉദ്ഘാടനം ചെയ്യുന്നത്, പ്രാർത്ഥന നടത്തുന്നത് ഷെയ്ഖുമാര്. അത് കഴിഞ്ഞ് ആനയും അമ്പാരിയും ഉത്സവപ്പറമ്പ് തുള്ളി ചാടി കള്ളു കുടിച്ച് പേക്കൂത്ത് നടത്ത മുസ്ലിമീങ്ങളായ ആളുകളുടെ ഖബറുകളെ ചുറ്റിപ്പറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഗതികെട്ട് പേര് മാറ്റി, പട്ടാമ്പി നേർച്ച മാറ്റി, പട്ടാമ്പി ദേശീയോത്സവം. ചടങ്ങൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ കൊണ്ടോട്ടി ദേശീയോത്സവമാക്കി, തൃത്താല ദേശീയോത്സവമാക്കി. നിങ്ങൾ ഷർട്ട് മാറ്റിയിട്ട് കാര്യമല്ല, ഇന്നറിൻ്റെ ഉള്ളിലാ കുഴപ്പം. ഇത് വലിയ അപകടമാണ്. എത്ര ദുരന്തങ്ങൾ. ഖബറുകൾ ആനയും അമ്പാരിയും ഉത്സവപ്പറമ്പാക്കി. നബി എന്താ പറഞ്ഞേ? എൻ്റെ ഖബറിനെ ഉത്സവപ്പറമ്പാക്കല്ലേ. സ്വഹാബത്ത് ഖബർ കണ്ട് പൊട്ടിക്കരഞ്ഞു. എന്തിനാ ഖബർ സിയാറത്ത്? അപ്പോൾ ആൾക്കാർ പറയും, നിങ്ങൾക്ക് ഖബർ സിയാറത്തില്ല, നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ദിക്ർ നടത്തുന്നില്ല, നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിലമ്പൂര് കാട്ടുന്ന തേക്ക് കൊണ്ടുപോകണമാതിരി മിണ്ടാതെ പോവുകയാണ്, നിങ്ങൾക്ക് ദിക്റില്ല. സുഹൃത്തേ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പഠിപ്പിക്കാണ് ഖബർ സിയാറത്ത് ചെയ്യണം. ആരും മടിക്കണ്ട. സൂറുൽ ഖുബൂർ, നമ്മുടെ മഹല്ലിലെ ഖബർസ്ഥാനിൽ നമ്മുടെ ബന്ധുക്കളില്ലേ, നമുക്ക് കിട്ടുന്ന ഖബർസ്ഥാൻ ആരതോ ആകട്ടെ, അവർക്ക് സിയാറത്ത് ചെയ്യാം. ഫൈനഹ തുദക്കിറുക്കുമുൽ മൗതാ വതുദക്കിറുക്കുമുൽ ആഖിറ. പരലോകമോർക്കാനും മരണമോർക്കാനാണ് ഖബർ. അതിനെന്തിനാ ആന? അതിനെന്തിനാ ജിലാബി കച്ചവടം? അതിനെന്തിനാ ബലൂൺ കച്ചവടം? ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ചിന്തിക്കേണ്ടതേ, ഞാൻ ഈ മണ്ണിലേക്ക് പോകാനുള്ള മനുഷ്യനാണ്. ഈ ഉത്സവം കഴിഞ്ഞാൽ എന്താ തോന്നുക? പടച്ചോനെ, ഞാൻ കഴിഞ്ഞ കൊല്ലം അടിച്ചു പൊളിച്ചിട്ടില്ല, ഈ കൊല്ലം പൊളിക്കണം. ചില പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ കൊല്ലം ഒരു തല്ല് തുടങ്ങി വെച്ചിട്ടുണ്ടാവും, അത് ഖത്തം തീർക്കൽ അടുത്ത നേർച്ചക്ക് ഡേറ്റ് കാണുമ്പോഴാണ്. എന്നിട്ട് തല്ലുകൂടി തല പൊട്ടിച്ച് ആശുപത്രിയിൽ. എന്തിനാണിത്? എന്തിൻ്റെ പേരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിലെ സുന്നത്താക്കപ്പെട്ട നേർച്ച എന്ന നെതിർ എന്ന പുണ്യകർമ്മത്തിൻ്റെ പേരും പറഞ്ഞ് അതൊരു ഖബറിങ്ങിലേക്ക് ഇളാഫത്താക്കി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചോ അതിന് വിപരീതമായി പലതും നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. പ്രവാചകനെ നിങ്ങൾക്ക് കൊണ്ടുവന്ന നന്മകളൊക്കെ നിങ്ങൾ പാലിക്കുക, നബി വിലക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ തടയുക, വേണ്ട എന്ന് പറഞ്ഞത് ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ ദിക്റുകൾ ഉണ്ടായിരുന്നു, സുബ്ഹാനല്ലാഹ് ഉണ്ടായിരുന്നു, മറ്റു ദിക്റുകൾ ഉണ്ടായിരുന്നു, ആയത്തുൽ കുർസി ഓതാറുണ്ടായിരുന്നു, ഫലഖുൻ നാസും അടക്കമുള്ള മുഅവ്വിദാത്ത് ഓതാറുണ്ടായിരുന്നു, ധാരാളം ദിക്റുകൾ ഉണ്ടായിരുന്നു. എന്നാ നബി തങ്ങൾ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ് ഗസീറ യുകാഫി നിഅമഹു മസീദ എന്ന് പറയുന്നു. ആളുകളൊക്കെ എന്തൊക്കെയോ കേൾക്കുമ്പോൾ ആമീൻ ആമീൻ പറയുന്നു, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. യഥാർത്ഥത്തിൽ ചൊല്ലേണ്ടുന്നതും പഠിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ പല കാര്യങ്ങളും ചെയ്യാതെ പോകുന്നു. നബി തങ്ങളാണെങ്കിൽ അത് ജീവിതത്തിൽ കാണിച്ചിട്ടുമില്ലാത്ത ചർമ്മമായി കിടക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ യഥാർത്ഥ രൂപത്തിൽ നബി പഠിപ്പിച്ച അദ്കാറുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം. സ്വലാത്തുകൾ നമുക്ക് വേണം. നബി പഠിപ്പിച്ച ധാരാളം സ്വലാത്തുകളുണ്ട്. നബി തങ്ങൾ പഠിപ്പിച്ച 7 കണക്കിന് രൂപത്തിലുള്ള സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്താണ്. അത് ഒട്ടനേകം സമയത്ത് നമുക്ക് ചൊല്ലാനുണ്ട്. 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുകയാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ സ്വലാത്തുണ്ട്, ബാങ്കിന് ശേഷം സ്വലാത്തുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വലാത്തുണ്ട്, വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്തുണ്ട്. നബി പഠിപ്പിച്ച സ്വലാത്തുണ്ട്. എന്നാൽ താജു സ്വലാത്ത് കാണൂല, കെഞ്ചുൽ അർശ് കാണൂല, സ്വലാത്ത് വാർഷികം കാണൂല. അതൊന്നും നബി പഠിപ്പിച്ചിട്ടില്ല. ഇതാ നമ്മളെ പ്രശ്നം. ഇത് പറയുമ്പോഴാണ് ആൾക്കാർ പറയാത് നമുക്ക് സ്വലാത്തില്ല, ഇത് നിങ്ങൾക്ക് സ്വലാത്തില്ലാത്ത ആൾക്കാരാണ്. സ്വലാത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്വലാത്ത് വാർഷികത്തിന്റെ അന്നത്തെ രാത്രി ലൈവ് ചാനൽ കിട്ടും. നമ്മൾ ഇത്തികാഫിലായതുകൊണ്ട് നമുക്ക് ലൈവ് പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റൂല. പിന്നെ ഒഴിഞ്ഞിരുന്നിട്ട് അവിടെ നടക്കുന്ന പ്രാർത്ഥനാ ചടങ്ങും പിരിവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ സ്വലാത്തിന്റെ പേരും ഇവിടെ പിഴിയാണ്. മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? മുടി ഞങ്ങളെ കയ്യിലുണ്ട്, സനദിലിൻ്റെ മുടിയാണ്, നല്ല മുടിയാണ്, നബിൻ്റെ മുടിയാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, വെള്ളം നിങ്ങൾക്ക് വേണോ? ഞങ്ങളെത്ത് വന്നോളിയും, 25,000 രൂപ തരണം. സ്നേഹം കൊണ്ടല്ല, ഈ പൈസ കിട്ടണം, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നൂടെ? കൊടുക്കൂല. മറ്റാൾക്കാർ പറഞ്ഞു അത് ഫേക്കാണ്, അത് വ്യാജാണ്, അതും ശരിയല്ല, ഞങ്ങളെത്ത ഒറിജിനൽ ഉള്ളത്, സനദി ഞങ്ങളെത്തുള്ളതാ, ഞങ്ങളെത്തുള്ള വെള്ളം വേണോ? പൈസ വേണം, പൈസ ഇല്ലാതെ നടക്കൂല. 10,000 രൂപ തന്നാൽ 1 ലിറ്റർ തരാം. ഇതൊക്കെ കിട്ടുന്നത് മുഴുവൻ ഏർപ്പാടാണ്.
ജനങ്ങളെ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം മനുഷ്യന്മാരെ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ധാരാളം പണ്ഡിതന്മാർ പുരോഹിതന്മാരുണ്ട്, ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും. മുനീർ ബാക്കവി എന്ന് പറഞ്ഞ പ്രസംഗം, ഇപ്പോൾ അടുത്തെവിടെയുള്ള ആളെന്ന് എൻ്റെ സംശയത്തിൽ കേട്ടോ. മുനീർ ബാക്കവി എന്ന് പറഞ്ഞൊരു പ്രസംഗനുണ്ട്, ഒരു പച്ച ഷാളൊക്കെ ഇട്ടൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ പറയണം, എൻ്റെ അടുത്തൊരു കുപ്പി തേനുണ്ട്, ആവശ്യക്കാർ വന്നോളിയും, കുറച്ചുള്ളൂ, 500 റുപ്യക്ക് ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് കൊണ്ടുപോയിക്കോളിയും. ബർക്കത്തുണ്ട്, തേനിന് ബർക്കത്തിന് പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതെങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കച്ചവടം ചെയ്ത് ലെവലാക്കാൻ പറ്റും? അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ കുപ്പി ഇത് വേറെ പ്രത്യേകം ബർക്കത്തുള്ളതാണ്, 500 റുപ്യ. പിന്നെ മുമ്പ് വേറെ സാധനം ഉണ്ട്, ചാവുകടലിലുള്ള വെള്ളമുണ്ട്, വേണ്ടോലി വന്നോളി ബർക്കത്തിനുണ്ട്. ചാവുകടലിൽ, അതായത് ഒരു കൗമിനെ നശിപ്പിച്ച് അതാപറക്കിയ വെള്ളമാണ് ചാവുകടൽ. അയിത്ത വെള്ളം എൻ്റെ കുടിയിൽ ബർക്കത്തിന് വെച്ചിരിക്കുകയാണ്. എന്ത് ബർക്കത്താ? ഇങ്ങനെ മനുഷ്യന്മാരെ എന്തൊക്കെ പറഞ്ഞു. ഇനി പ്രാർത്ഥനകൾ കേൾക്കണോ? പ്രാർത്ഥനകളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിരിവുകളും തട്ടിപ്പുകളും എത്രയാണ്. ഓരോ അറിവിൻ നിലാവുകളും ഓരോ ചാനലുകളും തുടങ്ങി, മദനീയം, അതല്ലെങ്കിൽ നൂറേ ഹബീബി, ഇഷ്കേ ഹബീബി, എല്ലാവരുടെ മുട്ടിലും തങ്ങളാണ്. അവസാനം തങ്ങന്മാരൊക്കെ പാടെ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ നാട്ടിൽ കുറെ വ്യാജ തങ്ങന്മാർ ഇറങ്ങിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ തങ്ങളാണ് ശരിയായ സംഘടനയാണ്, ഞങ്ങൾ ഒറിജിനൽ തങ്ങന്മാർ എന്ന് വേറെ സംഘടന ഉണ്ടാക്കിക്കുന്നു. എന്തോ ആയിക്കോട്ടെ, നമ്മൾ പൈലൊന്നും ഇടപെടാൻ പോണില്ല. എന്തായാലും ഇവിടെ നടക്കണമെന്ന് അറിയോ? ഒരു തങ്ങൾ പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു, യുവാക്കളെ, നിങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ടേ? ആർക്കെങ്കിലും പ്രാർത്ഥന വേണോ? ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഇതാ 3333 രൂപ തന്നാൽ ഇപ്പൊ പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും പ്രാർത്ഥന വേണോ? ഒരാൾ എഴുന്നേറ്റ് വേഗം കൈവന്തിച്ചു. ഇതൊക്കെ ചാനലിലുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും വേണോ? 3333 തന്നാൽ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്താൾ പൊക്കി. ഇയാൾ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ 44,000 റുപ്യ ഉണ്ടാക്കി. ഇതിനേക്കാൾ ലാഭമുള്ള വേറെ പരിപാടി. അതുകൊണ്ടാണ് ഈ രംഗത്ത് ചൂഷണം എന്ന് പറഞ്ഞത് നടക്കണം. ഇതിനെ എതിർക്കണോണ്ടാണ് ഇവരെന്ത് പറയണത്? നിങ്ങൾ പിഴച്ചോരാണ്, ഉറപ്പല്ലേ? വയറ്റിപ്പഴപ്പുള്ളവരാണ്, പിഴച്ചോരാണ്, പുത്തൻവാദികളാണ്, ഇപ്പം എന്തെങ്കിലും തീവ്രവാദികളാണ്, നിങ്ങൾ ISIS ആണ്, നിങ്ങൾ ആടി നോക്കുന്ന ആൾക്കാരാണ്, എന്തൊക്കെ പേരാട്ടേർന്ന്. നല്ല സന്തോഷം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, യാ ബുനയ്യ അഖിമിസ്സലാ, പൊന്നുമോനെ നിസ്കരിക്കണം, വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, വൻഹാനിൽ മുൻകരി, തെറ്റ് കാണുമ്പോൾ നീ തടുക്കണം, വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ നീ ക്ഷമിക്കണം. മഹല്ലിൽ നിന്ന് പുറത്താക്കും. എത്ര ആൾക്കാർ പുറത്താക്കി? പള്ളി പോവില്ല, കൊട്ടേഷൻ, തല്ല്, ഗുണ്ടായിസം, പുറത്താക്കൂല. പള്ളി പോകാൻ തുടങ്ങി, താടി വെക്കാൻ തുടങ്ങി, ഖുർആൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങി. നിങ്ങളെ മകൻ പിഴച്ചു, നിങ്ങളെ മകൻ കേടുവന്ന് പറഞ്ഞിട്ട് ഒരാൾ വീട്ടിൽ വരികയാണ്. ആ മനുഷ്യൻ ഗുണ്ടായിസം കാട്ടി നടക്കുമ്പോൾ മഹലിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നില്ല. പള്ളി പോയി നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ മഹലിൽ നിന്ന് 4 ആൾ വന്നിട്ട് വാണിംഗ് ലെറ്റർ കൊടുത്തു, ഉമ്മാക്ക് നിങ്ങളെ മഹലിൽ നിന്ന് പുറത്താക്കും. എല്ലാ മനുഷ്യൻ നീട്ടി വെച്ചു, ഞാൻ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് ആ സ്വഭാവം എടുപ്പിക്കരുത്, മറ്റേർക്ക് പോയിക്കോളിയും വീട്ടുന്നത്. ഒരു വേഗം ഇറങ്ങി, ജീവൻ പേടിയിലുണ്ട്, വേഗം ഇറങ്ങി പോയി. ഇവിടെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ പള്ളിക്ക് വരാത്ത എത്ര മനുഷ്യന്മാരുണ്ട്, അന്വേഷിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കുന്ന എത്ര പള്ളികളുണ്ട്? പള്ളി വലിയ 4 നില പള്ളി, ഖുർആനിന്റെ അർത്ഥം പഠിപ്പിക്കുന്ന സൂറത്ത് യാസീൻ അടക്കമുള്ളതിന്റെ അർത്ഥം എത്ര പേർക്കറിയാം? ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം എത്ര പേർക്കറിയാം? 12 വരെയുള്ള മദ്രസയുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളോട് സൂറത്തുൽ ഫലക്കിന്റെ നാസിന്റെ വല്ലാഹിയുടെ അർത്ഥം ചോദിച്ചാൽ അർത്ഥം അറിയൂ? ഇവിടെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചതൊക്കെ പാലിക്കാനും, ദീനിലില്ലാത്ത ബിദ്അത്തുകളായി നബി പഠിപ്പിക്കാത്ത യാതൊരു ഇസ്ലാമിക ഇബാദത്തുകളും നമ്മുടെ വകയായി ചേർക്കാൻ പറ്റൂല. സുബ്ഹി നാളെ മുതൽ 3 റക്അത്താക്കാൻ പറ്റൂല. എന്താ കുഴപ്പം? ഒരു ഫാത്തിഹ ആദ്യം കിട്ടൂലേ, 2 സുജൂദ് കിട്ടൂലേ, ഒരു തഹിയ്യാത്ത് കിട്ടൂലേ? പറ്റൂല. നബി തങ്ങളിൽ മാതൃകയില്ല. ഇശാ റക്അത്ത് കൂട്ടാൻ പറ്റൂല, മഗ്രിബ് 2 ആക്കാൻ പറ്റൂല. അതൊക്കെ മതപരമായ കാര്യമാണ്. അതൊക്കെ നബി തങ്ങളുടെ തീരുമാനങ്ങൾ, അത് പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. നമ്മുടെ വകയായ ഒരു പുതിയ ദിക്റില്ല, പുതിയ ദുആയില്ല, പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പറ്റൂല. ഉള്ളതിനെ പാലിക്കുക, ഉള്ളതെല്ലാം പകർത്തുക, അതാണ് യഥാർത്ഥ സുന്നി. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഖബറിൽ വെച്ച് മറുപടി പറയാൻ കഴിയുകയുള്ളൂ. 3ാമത്തെ ചോദ്യം, ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? എവിടുന്നാ നീ അനുസരിച്ച് ജീവിച്ചത്? അൽ ഖുർആനു ഇമാമി, എൻ്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ, ഇമാം ഖുർആനായി മാറണമെങ്കിൽ ജീവിതത്തിൽ അതുണ്ടാകണം. റിയാസുല്ലാഹി പറഞ്ഞില്ല ഖുർആൻ ക്ലാസിന്റെ പ്രസക്തി.
ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന CRE ക്ലാസ്സുകൾ പോലെ ഖുർആൻ അർത്ഥമറിഞ്ഞത് പഠിക്കണം, ഓതണം, കഴിയുന്ന പോലെ തപ്പിത്തടഞ്ഞ് ഓതണം. അത് റമദാനിൽ ഒതുങ്ങരുത്, വെള്ളിയാഴ്ചയിൽ ഒതുങ്ങരുത്. അർത്ഥം പഠിക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അതിലുള്ള പോലെ പ്രവർത്തിച്ച് ജീവിക്കണം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ മനുഷ്യരെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. ഇതിനോളം പോരിശയുള്ള വേറെ ഗ്രന്ഥമില്ല. മുഹയ്യിദ്ദീൻ മാല 400 കൊല്ലം പഴക്കമുള്ളതാണ്, അതൊരു മനുഷ്യനുണ്ടാക്കിയതാണ്. ഖുതുബിയ്യത്ത് 300 കൊല്ലം പഴക്കമുള്ളതാണ്, ഒരു മനുഷ്യനുണ്ടാക്കിയതാണ്. കായൽ പട്ടണത്തുകാരൻ ഉണ്ടാക്കിയതാണ്. ഹദ്ദാദും റാത്തീബും ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാലവിയൽ മാലിക്കിൽ ഹദ്ദാദ് ഉണ്ടാക്കിയതാ. 600-700 കൊല്ലം പഴക്കമുള്ളൂ. നാരിയ സ്വലാത്ത് ഇബ്രാഹിമുൻ നാസി മൊറോക്കക്കാരൻ ഉണ്ടാക്കിയതാണ്. 600 കൊല്ലേ പഴക്കമുള്ളൂ. മജ്ലിസുന്നൂർ 25 കൊല്ലേ പഴക്കമുള്ളൂ. അതിനെ തോൽപ്പിക്കാൻ മഹദറത്തുൽ മദരിയ ഉണ്ടാക്കി 10-25 കൊല്ലം പഴക്കമുള്ളൂ. സ്വലാത്ത് വാർഷികം 30 കൊല്ലം പഴക്കമുള്ളൂ. കമാലിയ സ്വലാത്ത് തൃശൂക്കാരുണ്ടാക്കിയതാണ്, 8 കൊല്ലം പഴക്കമുള്ളൂ. ഇങ്ങനെ പുതിയതും പഴയതുമായ അവനവൻ്റെതായ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയെടുത്തതൊക്കെ ഒഴിവാക്കിയിട്ട് 1400 കൊല്ലം മുമ്പ് നബി പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഇതാ ഏൽപ്പിച്ചു പോവാണ്, അത് മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല, നശിക്കൂല. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അള്ളാന്റെ കിതാബും നബിന്റെ സുന്നത്തും മുറുകെ പിടിച്ച് ജീവിച്ചോ, ഒരിക്കലും നിങ്ങൾ പിഴക്കൂല. ഖുർആനിന് കൊടുക്കേണ്ടുന്ന സ്ഥാനങ്ങളെല്ലാം കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, മഹല്ലുകളിൽ ഖുർആൻ പഠിക്കാനുള്ള സിസ്റ്റം ഉണ്ടാക്കണം. നമ്മുടെ മഹല്ലിൽ ശമ്പളം കൊടുത്ത് വരിസംഖ്യ കൊടുത്ത് നമ്മൾ നയിക്കുന്ന നമ്മുടെ പള്ളിയിൽ അടുത്ത ദിവസങ്ങളിൽ പള്ളിയിൽ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കാനുള്ള ക്ലാസ്സുകൾ നമ്മൾ ആവശ്യപ്പെടണം. അതിന് പകരം ഇന്ന് അവിടെ പലതും നടക്കുന്നുണ്ട്. ക്യാൻസർ മാറ്റുന്ന ദിക്റുകളുണ്ട്, രോഗം മാറാനുള്ള ദിക്റുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, വേറെ എല്ലാം മാറ്റിത്തരുമെന്ന് പറയുന്ന പല ചടങ്ങുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറ്റിയ വേഗം കോഴിക്കോട് ആശുപത്രിക്ക് ഓടിപ്പോകുന്ന നേതാക്കന്മാരുമുണ്ട്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം കൊടുക്കാതെ, അത് പലപ്പോഴായി ഓതാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റാതെ, അതിനേക്കാൾ പോരിശയാണ് മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. തെറ്റുകൂടാതെ മുഹയ്യിദ്ദീൻ മാല ഓതിയാൽ സ്വർഗത്തിൽ ഒരു മാളിക കിട്ടും. ഇത് പറഞ്ഞുകൊണ്ട് അയിമക്ക പോണത് പക്ഷിപ്പാട്ട്, കിളിപ്പാട്ട്, മാലപ്പാട്ട്, സ്വലാത്ത് വാർഷികം, മജ്ലിസുന്നൂർ, ഇങ്ങനെ കുറേ പുതിയ സംഭവം കാണാം. ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ നമ്മൾ ഖുർആനിനെ മാറ്റി വെക്കാതെ ഇതെടുക്കാൻ പറ്റുമോ? ഇനി ഖുർആൻ എപ്പോഴാണ് എടുക്കാന്നറിയോ? ഒരു വീട്ടിൽ മരണം നടന്നു എന്നറിഞ്ഞ പിന്നെ ഖുർആനും ഒരു കളിയാണ്. പിന്നെ ഓതാത്തോലൊക്കെ മഫ്തക്കെട്ട് ഷാളക്കെട്ട് താത്താരൊക്കെ ഒരു മൂലക്കിരിക്കണുണ്ടാകും. ഖുർആൻ ഓതാൻ തുടങ്ങുകയാണ്, ആൾ മരിക്കണം, അത് വരെ ചാൻസ് ഇല്ല. പിന്നെ അങ്ങോട്ട് ആൾക്കാരും 5-മാരും 8-മാരും ഇതുവരെ പള്ളി ഭാഗത്തോലൊക്കെ എല്ലാവരും വന്ന് ഉഷാറായി ഖുർആനൊക്കെ എടുത്ത് ഓത്ത് തുടങ്ങാണ്. ആദ്യം തന്നെ യാസീൻ ഓതണം. യാസീൻ ആർക്കാ ഓപ്പർക്ക് കൂലി കിട്ടണമെന്നല്ല, മയ്യത്തിന് കൂലി കിട്ടണം. ജീവിതകാലത്ത് ഞാൻ ഓതൂല്ല, പഠിക്കൂല, ഒന്നുമില്ല, നാട്ടുകാരൊക്കെ പാടുന്ന ഓതി അങ്ങോട്ട് ചോറച്ച് പോയാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും ഖബറിൽ നിന്ന് വിചാരിക്കണ്ടോ? നിനക്ക് അറിവില്ല മനുഷ്യ, ഞാൻ ചെയ്യാതെ എനിക്ക് രക്ഷപ്പെടില്ല. പിന്നെ നമ്മുടെ മക്കളും നമ്മുടെ ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഒരാൾ മരിച്ച പ്രധാനമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നാട്ടിൽ അതൊന്നും നടക്കണില്ല. ഞാൻ വരട്ടോ, അതിൽ ഏറ്റവും ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. മരിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് ഓതാൻ തുടങ്ങാൻ കേട്ടോ. എന്നിട്ട് മരിക്കുമ്പോൾ ആ ഖബറിന്റെ മയ്യത്തിനടുത്തിരുന്ന് പറയാണ്, ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാകുന്നു എന്നാ പറയുന്നത്. ഇപ്പം മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ അതുവരെ നാട്ടിൽ മുണ്ടൂല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ എടുത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കാണ സമയത്ത് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, പല പള്ളികളുണ്ട്. ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് നമ്മളിങ്ങനെ തസ്ബീഹത്തൊക്കെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആലൊക്കെ പറയുമ്പോൾ തന്നെ അവിടുന്ന് പള്ളിയിൽ ഇമാം പതുക്കണം. എന്നിട്ട് ബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ ഓതാൻ തുടങ്ങും. സത്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പതിവാക്കി ഓതേണ്ട സൂറത്താണ് മുൽക്ക്. നമ്മുടെ ഖബറിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഹദീസ് പഠിപ്പിച്ചതാണ്. ആ സംഭവം ആരാ ചെയ്യേണ്ടത്? നമ്മളെ ഖബർക്ക് ഇറക്കുമ്പോൾ നാട്ടുകാർ ഓതാനുള്ളതല്ല, നമ്മൾ ഓതാനുള്ളതാണ്. 30 ആയത്തുള്ള സൂറത്ത് പഠിക്കണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖതീബിൻ്റെ വക കുറച്ച് ഉപദേശമുണ്ട്. അത് മയ്യത്തൊക്കെ ഫുള്ള് കവറടക്കി മണ്ണൊക്കെ ഇട്ട് മൂടി വെള്ളക്കൊഴിച്ച് എല്ലാം കഴിഞ്ഞാൽ തലക്ക് ഭാഗത്ത് വന്നിട്ടൊരു ഉപദേശമുണ്ട് മയ്യത്തിനോട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കണ്ണീരണിക്കുന്ന ഖുതുബേട്ടോ, എല്ലാവരും മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. എന്നിട്ട് പറയാണ്, നിന്റെ അടുത്ത് ഇപ്പോൾ 2 മലക്കുകൾ വരും. എപ്പോൾ? ഖബറിൽ ഇറക്കി എല്ലാം കഴിഞ്ഞിട്ടോ. നിന്റെ അടുത്ത് 2 മലക്കുകൾ വരും, നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുകാവൻ നബിയുകാവൻ ഇമാമൊക്കെ ചോദിക്കും. അല്ലാഹു റബ്ബീ പറയണം. എപ്പോ? ആ മനുഷ്യൻ വെള്ളിയാഴ്ച കട പൂട്ടി, സ്ഥാപനങ്ങൾ പൂട്ടി വെള്ളിയാഴ്ച മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്, മുണ്ടിയില്ല. അന്നെങ്ങാനും മലയാളം പറഞ്ഞാൽ പിഴച്ചു പോകുമെന്ന് പേടിച്ചിട്ട് ഒരു ഉപദേശം ആ മനുഷ്യർ കിട്ടിയില്ല. 100 കൊല്ലം വന്നിരുന്നാലും
അള്ളാന്റെ കലാമ് പഠിക്കാൻ ചാൻസ് ഇല്ലാത്ത മുസ്ലിം ഉമ്മത്തിലെ പ്രിയപ്പെട്ടവരെ, 23 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് അവർക്ക് മനസ്സിലാവാത്ത ഒരു സെന്റൻസ് ഖുത്ബയിൽ വന്നിട്ടില്ല. മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി സംസാരിച്ചത് അവരുടെ ഭാഷയിൽ, അത് കഴിഞ്ഞ് മദീന പള്ളിയിലെ ദർസ് അവരുടെ ഭാഷയിൽ. എന്തേ? അവർക്ക് ദീന് കൊടുത്തു. അവർക്ക് പല ദുസ്വഭാവം ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോ യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്, അവരെ സംസ്കരിച്ചെടുത്ത് നല്ല മനുഷ്യരാക്കി. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമുദായമാണെന്ന് അവരെ പറ്റി പറയിപ്പിച്ചു. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഉത്തമരായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഖുർആനിനെ നമ്മൾ എത്ര പേര് പരിഗണിക്കുന്നുണ്ട്, എത്ര ഓതാറുണ്ട്? ഒരു പേജെങ്കിൽ ഒരു പേജ് ഓതാൻ നോക്കിക്കോ സഹോദരങ്ങളെ. ആൾക്കാർ ബർക്കത്ത് തേടി നടക്കുകയാണ്, ഏതെങ്കിലും മുടിയിട്ട വെള്ളം തെരഞ്ഞ് നടക്കുകയാണ്, ഏതെങ്കിലും ടിവിൻ്റെ താഴെ വെള്ളം വെച്ചിട്ട് ഇതാ നിലാവിൻ്റെ ദിക്റിപ്പ് വരും, നിലാവിപ്പ് വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. അതിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന ഓരോ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല. ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, ഒരാളുടെ നിലവാരം എന്താണ്, ഒരു സദസ്സിൻ്റെ അവസ്ഥ എന്താണ്. ബർക്കത്ത് വരാൻ വേണ്ടിയിട്ട് ടിവിൻ്റെ താഴെ വെള്ളം വെച്ചിരിക്കണം, നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആലോചിക്കണം. ബർക്കത്ത് കിട്ടാനുള്ള മറുപടി ഖുർആൻ പറഞ്ഞു. ഹാദാ, ഈ ഖുർആൻ ഹാദാ ബയാനുൽ ലിന്നാസ്. മറ്റൊരു ഭാഗത്ത് കാണാം മുബാറകുൽ ലിന്നാസ്. ഈ ഖുർആൻ ബർക്കത്താക്കപ്പെട്ടതാണ്. എത്ര ഓതുന്നുവോ അത്രയും നമുക്ക് ബർക്കത്ത് കൂടും. വീട്ടിൽ മക്കൾ ഓതണം, ഭാര്യ ഓതണം, വീട് ശ്മശാനങ്ങളാക്കരുത്. സുന്നത്തസ്കാരം വീട്ടിലുണ്ടാവണം, ഖുർആനോത്ത് വീട്ടിലുണ്ടാവണം, ദിക്റുകൾ ഉണ്ടാവണം. വെറും റീൽസും ഷോർട്സും ഒക്കെയായി ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനമായി നമ്മളറിയാതെ മൊബൈൽ ഫോണിൻ്റെ മാരക യുഗത്തിലേക്ക് കയറി വന്ന് കുടുംബങ്ങളെ കുട്ടിച്ചോറാക്കി യുവത്വം നശിപ്പിച്ച് പല തോന്നിവാസങ്ങളും നമ്മളറിയാതെ 10, 14, 12 വയസ്സുള്ള മക്കൾ വരെ എഡിക്ഷൻ സെന്ററുകളിൽ ചെന്ന് കേന്ദ്രങ്ങളെ കണ്ടുമുട്ടേണ്ടി വരുന്ന ദുരവസ്ഥ, മക്കളുണ്ടായതിൻ്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന പുതിയ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ജീവിതകാലത്ത് മറുപടി കണ്ടെത്തി നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഫമൻ സുഹ്സിഹാനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആ നരകത്തുനിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെത്തിയാലാണ് വിജയമുള്ളത്. അവിടെ വിജയിക്കാൻ നമുക്ക് കഴിയണം. യുവാക്കളെ, നമ്മുടെ ജീവിതം ഒന്നുകൂടെ നന്നായി പരിശോധിക്കണം. പള്ളിയിൽ നമ്മൾ ഉണ്ടാവണം, മാതാപിതാക്കൾക്ക് നമ്മളെ കൊണ്ട് ഉപകരിക്കണം, വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ സഹായിക്കുന്നവരാകണം, റോഡിൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്നവർക്ക് ജീവൻ രക്ഷപ്പെടുത്താനുള്ള മാർഗം നമ്മൾ കണ്ടെത്തണം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെയുള്ള ചാരിറ്റി പോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മഹത്തരമായ സംഭാവന നൽകുന്ന നല്ല ഒരു യുവത്വം നമ്മുടെ നാടുകളിൽ ഉണ്ടാവണം. ലഹരി പെരുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. 2 പ്രശ്നങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, സൈബർ കുറ്റകൃത്യങ്ങളാണ്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും വഴിയുള്ള കുറ്റകൃത്യം വ്യാപിക്കുകയാണ്, തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുക. 2, ലഹരി കുറ്റകൃത്യങ്ങൾ പെരുകാണ്. 1996 ശേഷം 2016 കണക്ക് പ്രകാരം വെറും 1600 കേസുകൾ മാത്രമുണ്ടായിരുന്ന ലഹരി പ്രശ്നങ്ങൾ 2023 46,000 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ലഹരി വിഷയത്തിൽ മാത്രം. അത്രക്ക് പെരുകി. ചരക്കടവൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ എത്ര ആളുകളെ കപ്പകുത്തിയിട്ടുണ്ട്, എത്ര പേരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് കാരണം? പ്രിയപ്പെട്ട മക്കളിൽ പലരും ഈ ലഹരിയുടെ അടിമകളാണ്. ഏറ്റവും വലിയ ഉദാഹരണം മക്കൾ മാത്രമാണോ? ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ അന്ന്, ഡിസംബറിന്റെ അവസാനത്തിൽ ക്രിസ്മസ് അടക്കമുള്ള പൂട്ടിന് 10 ദിവസം കൊണ്ട് 547 കോടിയുടെ കള്ളു കുടിച്ചത് കേരളക്കാരൻ മാത്രമാണ്. അവരുടെ മക്കളിൽ ലഹരി ഇല്ലാതിരിക്കുമോ? മാത്രമാണോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അങ്ങാടിയിലെ ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് വലിക്കാരാ, നീ ലഹരിക്കാരനാണ്. നിന്റെ ചുണ്ടത്ത് നീ വെച്ചത് ലഹരിയാണ്. എന്താ സംസാരിക്കാത്തത്? നീ വലിക്കുന്നത് ലഹരിയാണ്. മറ്റോൻ വിഷം കുടിച്ച് മരിക്കുന്ന പോലെ നീ വലിച്ചു 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 മരിക്കുന്നതാണ്. ശ്വാസകോശം നശിപ്പിക്കുക. നീ മാത്രമല്ല ചങ്ങാതി, നിന്റെ പേരക്കുട്ടി, നിന്റെ ഭാര്യന്റെ ഗതികേട് നോക്ക്. ആ ചുണ്ടും കൊണ്ട് നീ പോകുന്നത് എത്ര വലിയ ദുസ്സഹമായ ശാപം പേറിയാണ് ആ പെണ്ണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലഹരിക്കാരന്റെ കൂട്ടത്തിലാണ് സിഗരറ്റുകാരനെ കൂട്ടേണ്ടത്. ആ പള്ളിയുടെ വരാന്തകളിൽ, അങ്ങാടികളിൽ, റോഡ് സൈഡുകളിൽ കാലുമ്മ കാലുകയറ്റി മൂക്ക് കൂടെ പുക വിട്ടുകൊണ്ടിരിക്കുന്ന അവൻ സർക്കസ് അഭ്യാസിയല്ല, അവൻ ക്യാൻസർ വ്യാപാരിയാണ്. അങ്ങാടികളിൽ, കടകളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് ഉണ്ടല്ലോ, പ്രിയപ്പെട്ട കച്ചവടക്കാര, നിന്നോട് ഇന്ന് പറയുന്നു, ഇന്നലെ വരെ വിറ്റത് അറിയാഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് പറയുന്നു, കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും ഹറാമാണ്. വിൽക്കാൻ പറ്റൂല, വാങ്ങാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല,
ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെയാ പൈസയും കൊണ്ട് മക്കളെത്തേക്ക് പോവുക? നിന്റെ പുതിയാപ്പള നിന്നെ പെണ്ണ് കെട്ടാൻ, അല്ലെങ്കിൽ നിന്റെ മകൾക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് ചെക്കൻ വന്നു. ചെക്കൻ നല്ലൊരു സിഗരറ്റ് വലിക്കാരനാണെങ്കിൽ മകളെ കെട്ടിച്ചു കൊടുക്കുമോ? ഇല്ല. പിന്നെ എന്തിനാ എൻ്റെ കടയിൽ ഇത് വിൽക്കണ്? എൻ്റെ മകൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വലിക്കാണിച്ചെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. എന്നാൽ പിന്നെ എന്തിനാ നാട്ടിലേക്ക് കൊടുക്കണ്? പൈസ മാത്രം നോക്കരുത്. ജീവിതമാണ് സമ്പത്ത്. അമിൻ ഹലാലിൻ അമിൻ ഹറാം. ബാക്കി എല്ലാ സാധനവും ഹലാലാണ് അയാൾക്ക്. ഈ സാധനം ഹറാമാണ്. ഹലാലും ഹറാമും നോക്കാത്ത കച്ചവടമുണ്ടോ? അയാൾ ബാത്തിൽ. അയാളെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. പലിശ കൊണ്ട് വീടുണ്ടാക്കി, പലിശ കൊണ്ട് കച്ചവടം തുടങ്ങി, പലിശ വാഹനം കൊണ്ട് അയാൾ ജീവിക്കണ്ടോ? ആ മനുഷ്യന്റെ പ്രാർത്ഥന പോലും സ്വീകരിക്കൂല. അതുകൊണ്ടാണ് നല്ല അടിപൊളി വീടൊക്കെ ഉണ്ടാക്കി, ലോൺ എടുത്ത് വീട് വെച്ചു, അവസാനം വീട് വിറ്റു, ലോൺ അടച്ചു. എന്താ കിട്ടിയത്? കഷ്ടപ്പാട് മാത്രം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കടബാധ്യത സൂക്ഷിക്കണേ. പകൽ മുഴുവൻ അപമാനഭാരത്തോടെ ജീവിക്കും. ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റൂല. രാത്രി മുഴുവൻ ദുഃഖഭാരത്തോടെ ഉറങ്ങാതെ കഴിയേണ്ടി വരും. അനാവശ്യമായി കടം പേടിച്ച് കൂട്ടണ്ട. കബറിനകത്ത് കൊണ്ടുപോയി വെച്ചാൽ കടമുള്ള വ്യക്തിയുടെ അദാബ് തീരൂല, അവന്റെ കടം വീടാതെ. ശ്രദ്ധിച്ചോളൂ, ലഹരി അപകടകരമാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുക. ഓരോ കുടുംബങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ചെറിയ ചെറിയ പ്രായമുള്ള ആളുകൾ വരെ ഡിവോഴ്സുകളുടെ രംഗത്തെത്തുന്നു. കുടുംബങ്ങളിലുള്ള ബന്ധങ്ങളിൽ അകൽച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം കാണാനും സംസാരിക്കാനും സമയം കണ്ടെത്താതെ പോകുന്നു. പരസ്പരമുള്ള ഏറ്റവും നല്ല മാതൃകയാകേണ്ടുന്ന വീടിനകത്ത് പോലും പ്രിയപ്പെട്ട മക്കൾ പോലും സുരക്ഷിതരല്ലാതാകുന്ന പുതിയ കാലഘട്ടമുണ്ട്. രക്ഷിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? 14-കാരി ഗർഭിണിയായി മലപ്പുറം ജില്ലയിൽ. പ്രതി സ്വന്തം ജ്യേഷ്ഠനാണ്. പ്രതി സ്വന്തം വീട്ടിലെ ചോരയാണ്, ജ്യേഷ്ഠനാണ്. 10ാം ക്ലാസ്സുകാർ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകില്ല സാർ, എനിക്ക് എൻ്റെ വീട് ഇഷ്ടമില്ല. നിനക്ക് വീട്ടിൽ എന്താ മോളെ പ്രശ്നം? എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉപ്പയാണ് എൻ്റെ വീട്ടിലെ പ്രശ്നം. സ്വൈരമായി കടക്കാനായിക്കൂല. സ്വന്തം മകളെ ശരീരം ആസ്വദിക്കാൻ കുടിക്കുന്ന ദാഹിക്കുന്ന വാപ്പമാരുള്ള കാലഘട്ടത്തിൽ ഈ സദസ്സ് ഇനി നാട്ടിൽ വേണോ വേണ്ടെന്നുള്ളത് ചിന്തിക്കണം. നമ്മൾ മഹല്ലുകാരെ ഉണർന്ന് തസ്കിയത്ത് വേണം. നമുക്ക് ആണ്ടു നേർച്ചയല്ല വേണ്ടത്, നമുക്ക് പൊതിച്ചോറുകളല്ല, ചെമ്പുചോറുകളല്ല. ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തുന്ന സദസ്സുകൾ, ആണത്തത്തോടെ ചങ്കൂറ്റത്തോടെ ദീനിലുള്ളത്, ഖുർആനിലുള്ളത്, ഹദീസിലുള്ളത്, ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കാതെ ദീന് പഠിപ്പിച്ചു കൊടുക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ കറാപ്പ് കഥകൾ കേട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീന് സുന്ദരമാണ്. പടച്ചറബ് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ ദഅവത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ പറഞ്ഞു കേട്ടത് ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്ക്. ഒരു ഹദീസെങ്കിലും, ഒരു പുസ്തകമെങ്കിലും, ഒരു പരിഭാഷയെങ്കിലും, ഒരു ലഘുലേഖയെങ്കിലും ആളുകൾക്ക് കൊടുക്ക്. ജനങ്ങൾ വായിക്കട്ടെ. ആരാണ് അള്ളാഹുവിൻ്റെ ദീനിലെത്തുക? എപ്പോഴാണ് എത്തുക? ഒരു 100 കൂട്ടം ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിൽ എത്തിക്കിട്ടലാ നല്ലത്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കാരണം കൊണ്ട് ഒരാൾ പലിശയിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിൻ്റെ മാധുര്യം എത്രയാണ്, അനുഭവിക്കുന്ന സത്യം എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ, ദീനി മജ്ലിസുകൾ, ദീനി സംരംഭങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. വിദ്യാർത്ഥികൾ ആഴ്ചയിലെ 186 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മുടെ മകൾ സിയാറിയിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നമുക്കെല്ലാവർക്കും വീട്ടിലിരുന്ന് യാത്ര ചെയ്യാതെ 24 മണിക്കൂർ പഠിക്കാൻ പീസ് റേഡിയോ ഉണ്ട്, മൊബൈൽ ഫോൺ തുറക്ക്. നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കാൻ, വീഡിയോ കണ്ട് പഠിക്കാൻ ജമീൽ ആപ്പ് ഉണ്ട്. വായിക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി നേർപ്പതമുണ്ട്. എന്തെല്ലാം QHLS സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങൾ, ലൈവ് കൗൺസിലിംഗ്, ഫാമിലി പ്രശ്നങ്ങളുണ്ടോ, ലൈവ് കൗൺസിലിംഗ് ഡെസ്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഡോക്ടർമാരോട് സംസാരിക്കേണ്ടതുണ്ടോ, അത്തരം സെഷനുകളുണ്ട്. എന്തൊക്കെ വിപ്ലവകരമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ എല്ലാ രംഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറി നിന്ന് കുറ്റം പറഞ്ഞ്, ചാരി നിന്ന് ആക്ഷേപം ചൊരിഞ്ഞ്, ഇതൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ്, എന്നാലും എന്ന് പറഞ്ഞ് അപ്പുറം നിന്നുകൊണ്ട് കുത്തി നോക്കിക്കുമ്പോൾ ഒന്നേ ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളോടും പറയാനുള്ളൂ, മറന്നു പറയാനില്ല. തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യങ്ങളോട്, നന്മകളോട് നിങ്ങൾ സഹകരിക്കുക, പാപങ്ങളോട്, തിന്മകളോട് ഏത് നേതാവ് പറഞ്ഞാലും, ഏത് പ്രസ്ഥാനം പറഞ്ഞാലും, ഏത് ഭരണാധികാരി പറഞ്ഞാലും
വലാ തആബനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപങ്ങളോട്, ധിക്കാരങ്ങളോട് നിങ്ങൾ ഒരിക്കലും സഹകരിച്ചു പോകരുത്. സത്യത്തിനോട് സഹകരിക്കുക, നന്മകളുമായി മുന്നോട്ട് പോവുക, പരസ്പരം നസീഹത്തോടെ പെരുമാറുക, സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധരാവുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഞാൻ സംസാരിച്ച സംസാരത്തിൻ്റെ ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ സംഘാടകരോട് ബന്ധപ്പെടണം. ആവശ്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. വരുംകാല പ്രവർത്തനങ്ങളിൽ നമ്മൾ കർമ്മോത്സുകരായി പ്രവർത്തിക്കണം. നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും ദീനീ രംഗത്തുള്ളവർ തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തണം. അവരെ പതുക്കെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഒട്ടുറപ്പോടെ ഒന്നായി ഉണ്ട് ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവരും അവരുടെ ഇണകളും സ്വർഗത്തിലെ ചാരുകസേരകളിൽ സുഖിച്ചിരിക്കുന്നവരാണെന്ന് പറയുന്ന നല്ല ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് വേണം. എല്ലാ രംഗത്തും നമ്മൾ ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിന് വേണ്ടി ഈ ഒരു സ്ഥലം ഒരുക്കി തന്ന ആ സഹോദരങ്ങൾക്ക് അല്ലാഹു വലിയ നന്മയും ഖൈറും ബറകാത്തും നൽകുമാറാകട്ടെ. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ആഴ്ചകളായി ഒരുപാട് പ്രയാസപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരുപാട് രോഗികളായ ആളുകൾ ഈ സദസ്സിൽ വരാൻ ആഗ്രഹിച്ചവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് ശിഫ നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾ ചെയ്ത എല്ലാ സ്വദഖാത്തുകളും നന്മകളും നീ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിൻ്റെ ശബ്ദം എല്ലായിടത്തും എത്തിക്കാൻ ഞങ്ങൾക്ക് കരുത്ത് പകരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ത്യ രാജ്യത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസകരമായ വാർത്തകൾ, ഞങ്ങളേറെ ആദരിക്കുന്ന അല്ലാഹുവിൻ്റെ ഭവനങ്ങളെ വരെ ഞങ്ങൾക്ക് വലിയ നോവുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അല്ലാഹുവേ നീ ഒതുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ശാന്തമായി സമാധാനത്തോടെ രാജ്യത്ത് ജീവിക്കാനുള്ള നിർഭയത്വം ഞങ്ങൾക്ക് നൽകണമേ. ഫലസ്തീനിൻ്റെ മണ്ണിൽ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന മൃതശരീരങ്ങൾ എണ്ണി നോക്കി അവനവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ ഉറപ്പുവരുത്തുന്ന ഓരോ കുഞ്ഞുമക്കളുടെയും കാലിൻ്റെ കയ്യിൻ്റെ പള്ളകളിൽ പേരെഴുതി വെക്കുകയാണ്. മരിച്ചാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് റബ്ബേ. ഈ കുഞ്ഞുമക്കൾ ഞങ്ങളുടെ മുമ്പിൽ വല്ലാത്ത വേദനകളാകുന്നു. ഫലസ്തീനിൽ നീ സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അല്ലാഹുവേ, ഇസ്ലാമിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന എല്ലാ ആളുകൾക്കും നീ അവരുടെ വിഷമങ്ങൾ ലഘൂകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ജീവിതം നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ തവഫനാ മുസ്ലിമീൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.